ഞാൻ ഒരു തോൽവി പറ്റിയാലോ ഞാൻ അതിലങ്ങ് മടങ്ങുകയല്ല. എൻ്റെ സ്വഭാവത്തിലുള്ളതാണ്. അത് നോക്കണമല്ലോ കുറച്ച് അടുത്ത് വീണ്ടും എഴുതി കഴിച്ചു. അപ്പോൾ അവർ വിളിച്ചു. അപ്പോൾ അങ്ങനെ പൂനെക്ക് പോവുക, അവർ പോക്ക് പോവുകയാണ്. റേ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഹി വാസ് സംബഡി ഹു ഹാഡ് സിനിമ റണ്ണിങ് ഇൻ ഹിസ് വെയിൻസ് എന്നാ റേ പറയുന്നത്. ഇത് 45 വർഷം മുമ്പ് എടുത്ത പടമാണ്, ഒരു സ്റ്റുഡൻറ്റ് ഫിലിമാണ്, ഫസ്റ്റ് ഫിലിമാണ്. അത് ആ രീതി വേണം ഇതിനെ കാണാനെന്ന് പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞ് പടം അങ്ങോട്ട് തുടങ്ങി അങ്ങോട്ട് ആളുകളങ്ങോട്ട് കൂട്ടച്ചിരി. പിന്നെ 3 പേർക്ക് കിട്ടിയുള്ളൂ, റേയും പിന്നെ ഒസുവിനെ കണ്ടെത്തിയത് ഈ അവാർഡ് അവർക്ക് കിട്ടിയ കൂടിയാണ്. മുഖാമുഖത്തിനെ പറ്റി പോലും രാഷ്ട്രീയ സിനിമ എന്ന് ഞാൻ പറയത്തില്ല. അത് പല കാര്യങ്ങളെ പറ്റിയാണ്. ഈ ഓരോ അടരിലായിട്ട് വ്യത്യാസമുണ്ട് അതിനകത്ത്. അത് നമ്മുടെ യൂത്തിനെ പറ്റിയാണ് ഒരു രീതി. വളരെ നല്ലൊരു മനുഷ്യനും നല്ലൊരു ആക്ടറുമാണ്. ശരീരം ഇത്രയും കാര്യമായിട്ട് സൂക്ഷിക്കുന്ന ഒരു നടനുമില്ല നമുക്ക്. അദ്ദേഹത്തിന് ഉള്ള വയസ്സിൻ്റെ പകുതിയെ കണ്ടാൽ പറയുള്ളൂ. ആ മാതിരി അദ്ദേഹത്തിൻ്റെ പടം ആദ്യം പറയുക കാണുന്നത് കൊടിയേറ്റമാണ്. അതിന് സംഗീതമില്ല, ഡൽഹി വെച്ചിട്ട്. അതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോറേ ഇല്ല. പക്ഷെ അത് പടം കണ്ടിരുന്നിട്ട് അങ്ങേരിരുന്ന് പൊട്ടിച്ചിരിയായിരുന്നു, ചിരി ഭയങ്കര ചിരിയായിരുന്നു. ശ്രീ അടൂർ ഗോപാലകൃഷ്ണന് ഒരു മുഖവുര ആവശ്യമില്ല. 6 പതിറ്റാണ്ട് നീണ്ട ചലച്ചിത്ര സപര്യ, 12 ഫീച്ചർ ചിത്രങ്ങളും 30-ലേറെ ഡോക്യുമെൻ്ററികളും ഹ്രസ്വചിത്രങ്ങളും സംവിധാനം ചെയ്ത് അന്താരാഷ്ട്ര പ്രശസ്തി കൈവരിച്ച ചലച്ചിത്രകാരൻ. ദേശീയ പുരസ്കാരങ്ങളും അന്തർദേശീയ പുരസ്കാരങ്ങളും നിരവധി തവണ നേടിയിട്ടുണ്ട്. ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 1982 ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കിട്ടിയ എലിപ്പത്തായത്തിനുള്ള ബഹുമതിയാണ്. അത് ഇന്ത്യയിൽ ഇതിനു മുമ്പ് നേടിയിട്ടുള്ളത് സത്യജിത് റായ് മാത്രമാണ്. നമസ്കാരം. ഒരു ചലച്ചിത്രകാരനായിട്ടാണ് അറിയപ്പെടുന്നതെങ്കിലും ചെറുപ്പത്തിൽ ഒരു അരങ്ങിലെ നടനായിട്ടാണ് ഈ കലാമേഖലയിലൊക്കെ പ്രവർത്തിച്ചതെന്ന് കേട്ടിട്ടുണ്ട്. 8ാമത്തെ വയസ്സിൽ. ശരിയാണ്. സ്റ്റേജിലെ നടൻ. അതെ, ചെറിയ ബാലതാരം. ബാലതാരം എന്ന് പറഞ്ഞാൽ അന്ന് തിരുവിതാംകൂർ നിലവിലിരുന്ന സമയത്താണ്. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, അപ്പോൾ അതായത് 9 വയസ്സ് കാണും. ആ സമയത്ത് പണ്ട് ബാലരാമവർമ്മ മഹാരാജാവിൻ്റെ ജന്മദിനം ആഘോഷിക്കുമായിരുന്നു. അതിന് പറയുന്നത് പിന്നെ തിരുനാൾ ആഘോഷം എന്നാണ്. തിരുനാൾ ആഘോഷം എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്കൂൾ ഡേയും കൂടാണ് കമ്പൈൻ ചെയ്തിട്ട് ഞങ്ങൾ കുട്ടികളെല്ലാം അന്ന് തിരുവിതാംകൂറിൻ്റെ പിന്നെ കടലാസിൽ വെട്ടിയ ഒരു കൊടി തോരണങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അധ്യാപകരുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു 2 കിലോമീറ്റർ അകലത്തിൽ സ്കൂളിൽ വന്നിട്ട് സ്കൂളിൽ പിന്നെ കലാപ്രകടനങ്ങളും യോഗങ്ങളും ഒക്കെ കൂടും. അപ്പോൾ ഞങ്ങളുടെ അധ്യാപകനായിരുന്ന ഗോപാലുള്ള സാറ്, മലയാളം പഠിപ്പിച്ചിരുന്ന ഗോപാലുള്ള സാറ്, അദ്ദേഹം ഒരു നാടകം എഴുതി അന്ന് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട്. ശ്രീബുദ്ധൻ്റെ മഹാപ്രസ്ഥാനം അതായിരുന്നു വിഷയം. അപ്പോൾ അതിൽ പിന്നെ എനിക്ക് തോന്നുന്നത് ആ സമയത്തൊക്കെ ആ പ്രായത്തിലൊക്കെ ഞാൻ അങ്ങ് വലിയ വാചകവാടിയായിരുന്നു. ചില കുട്ടികളൊക്കെ കേട്ടല്ലോ, ഒരു പ്രായത്തിൽ ഒരുപാട് വർത്താനം പറയും, അത് എല്ലാവരുടെയും പരിപാടി അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഒരു സ്മാർട്ടാണെന്ന് തോന്നിയത് കൊണ്ടായിരിക്കണം എന്നെ ആ റോളിന് തിരഞ്ഞെടുത്തു, ആ റോൾ അഭിനയിക്കാനായിട്ട്. അതെ, ശ്രീബുദ്ധൻ്റെ. ആദ്യം സിദ്ധാർത്ഥകുമാരനായിട്ടും അത് കഴിഞ്ഞ് ബുദ്ധനായിട്ട് പോകുന്നതാണ്, ബുദ്ധനാകാൻ പോകുന്നതാണ്. യാത്ര മഹാപ്രസ്ഥാനമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 3 കാഴ്ചകളുണ്ടല്ലോ. അദ്ദേഹം കൊട്ടാരത്തിലെ ഒരു പിന്നെ ദാരിദ്ര്യം, മരണം, പിന്നെ രോഗം, ഈ 3 ദൃശ്യങ്ങൾ അദ്ദേഹം കണ്ടിട്ട് വരുമ്പോഴത്തേക്ക്
ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്, എന്ത് കാരണമാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കുഞ്ഞ് ഉണ്ടായിരിക്കുന്ന തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞിനെയും ഭാര്യയും ഒക്കെ ഉപേക്ഷിച്ചിട്ട് പോകുന്നതായിട്ടാണ്. അത് വലിയ ഹെവി റോളാണ്. ഹെവി റോൾ, ഒരു 9 വയസ്സുകാരന് വലിയ റോളാണ്. എന്ന് മാത്രമല്ല, എൻ്റെ അതേ പ്രായത്തിലുള്ള ഞങ്ങൾ വലിയ അടുത്ത കൂട്ടുകാരുമാണ്. കസിന്, എൻ്റെ ഒരു കസിന്, അദ്ദേഹം വീട്ടിൽ പോയി പറഞ്ഞു ഇങ്ങനെ അയാൾക്ക് റോള് കിട്ടിയില്ല, എനിക്കേ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം സ്കൂളെന്ന് പറഞ്ഞാൽ ആ സ്കൂൾ തുടങ്ങിയത് ഞങ്ങളുടെ വീട്ടുകാർ തുടങ്ങിയ സ്കൂളാണ്. ആ ഏരിയയിൽ സ്കൂളൊന്നും ഇല്ലായിരുന്നു. അപ്പം എല്ലാവർക്കും പഠിക്കാൻ വേണ്ടിയിട്ട് അന്ന് ഹിന്ദു മിഷൻ സ്കൂൾ എന്ന് പറഞ്ഞാൽ തുടങ്ങിയത്. പിൽക്കാലത്ത് അത് ഗവൺമെൻറ്റിലേക്ക് അധ്യാപകർ സഹിതം അങ്ങ് ഹാൻഡ് ഓവർ ചെയ്തു. അങ്ങനെയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ഒരു 100 വർഷത്തോളം മുമ്പാണ്. ഇതിനകം എത്രയോ ആയിരക്കണക്കിന് ആളുകൾ മുഴുവൻ അവിടെ പഠിച്ച സ്കൂളാണ്. അപ്പോൾ ആ സ്കൂളിൽ ഈ പരിപാടിക്ക് എല്ലാവരും വന്ന് ഇരിക്കുകയാണ്. അപ്പോൾ അതിനു മുമ്പ് ഈ എൻ്റെ കസിന് അദ്ദേഹം വീട്ടിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്തു, അയാളെ ഇതിലെടുത്തില്ല എന്ന് പറഞ്ഞിട്ട്. ഉടനെ അധ്യാപകനെ വിളിപ്പിച്ചാണ് അവർ. അവിടുത്തെ ഹെഡ് മാസ്റ്റർ ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ നമ്മുടെ വീടുകളായിട്ടൊക്കെ ബന്ധപ്പെട്ടിരുന്ന ആളുകളാണ്. അപ്പോൾ വിളിച്ചു പറഞ്ഞപ്പോൾ ഒരു പരിഹാരം അവരുണ്ടാക്കിയത്, ശ്രീബുദ്ധൻ സിദ്ധാർത്ഥനായിട്ട് ദൃശ്യങ്ങളൊക്കെ കണ്ട് 3 കാഴ്ചകളുമായിട്ട് വെളിയിൽ പോകുന്ന ഭാഗം അയാൾക്കും എൻ്റെ കസിനും, ഇതെല്ലാം ഉപേക്ഷിച്ച് പോകുന്ന വെറും കൊച്ചു ഒറ്റ കൊണ്ടുകൊടുത്ത് എല്ലാം ഉപേക്ഷിച്ച് പോകുന്ന സിദ്ധാർത്ഥൻ മാറിയിട്ട് ബുദ്ധൻ്റെ ആകാൻ പോകുന്ന കഥാപാത്രമായിട്ട് ഞാനും എനിക്ക് വന്നു. അപ്പോൾ എനിക്കൊരു ഡയലോഗുണ്ട്, അത് ഞാൻ വളരെ സ്മാർട്ടായിട്ട് പറഞ്ഞു എന്നുള്ളത് തീർച്ചയാണ്. കാരണം പിൽക്കാലത്തേക്ക് എൻ്റെ കസിൻസും ഒക്കെ എത്രയോ കാലം കഴിഞ്ഞിട്ട് ആ വാചകം എന്നോട് പറയുമായിരുന്നു തമാശയായിട്ട്, ലോകമേ നീ എൻ്റെ പിന്നാലെ ഓടേണ്ട, നിനക്ക് എന്നെ പിടിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞാണ് ബുദ്ധൻ്റെ അന്വേഷണാത്മകമായിട്ട് യാത്ര. അങ്ങനെയാണ് ആദ്യമായിട്ട് നാടകത്തിൽ അഭിനയിക്കുന്നത്. ആ സാറുകാരനോട് ശരിക്കും ഞാൻ പറഞ്ഞാൽ ഞാൻ സ്റ്റേജിലേക്ക് വരുന്നത് അതെൻ്റെ ആരംഭമായിരുന്നു. അല്ല, പിന്നെയും ഈ നാടകങ്ങളിലായിരുന്നല്ലോ. പിന്നെ ഒരുപാട് ഇവിടെ നാടകം എഴുതി, അതെ, അവതരിപ്പിച്ചു. അതെ, ഈ വെയിറ്റിംഗ് ഫോർ ഗോദോ പോലുള്ള നാടകം ചെയ്തു. അത് പിൽക്കാലത്ത് അല്ല, പക്ഷേ പിന്നെയും നാടകങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. അതെ അതെ. ഞാൻ മിഡിൽ സ്കൂളിൽ എത്തുമ്പോഴത്തേക്കും ഞാൻ നാടകം എഴുതി. ഞങ്ങൾ അഭിനയിക്കുന്ന ഈ പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കസിൻസ് അപ്പുറത്തുള്ളവരാരുമില്ല. എൻ്റെ വീടിൻ്റെ മുൻവശത്ത് നല്ലൊരു ഓപ്പണായിട്ട് വരാതെയുണ്ടായിരുന്നു, ഇച്ചിരി വീതി നീളമൊക്കെ ആയിട്ട്. അവിടെയാണ് ഈ നാടകങ്ങൾ അരങ്ങേറുന്നത്. അപ്പോൾ വളരെ മോഡേണാണ് നാടകങ്ങളുടെ അവതരണം. കാരണം ഒരാൾ മരിച്ചു വീണാൽ പോലും കുറച്ച് കഴിഞ്ഞാൽ എണീച്ച് പൊക്കോളും, കർട്ടനൊന്നുമില്ല, ആ സ്റ്റൈലിലാണ്. പക്ഷെ ഞങ്ങളുടെ നാടകങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നേരത്തെ അനൗൺസ് ചെയ്തു. ഞങ്ങളുടെ വീട്ടുകാർ ആ ഏരിയയിലൊക്കെ കുറേ ഉണ്ട്, ബന്ധുക്കളാണ്. ഞങ്ങൾ അനൗൺസ്മെൻറ്റ് നടത്തും, വൈകുന്നേരം നാടകം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വരും, മുതിർന്നവരെല്ലാം വന്നിരിക്കും കാണാനായിട്ട്. അതൊരു വലിയ പ്രോത്സാഹനമായിരുന്നു. നമ്മളത് ഇവരുടെ മുമ്പിൽ കാര്യമായിട്ടൊക്കെ അഭിനയിക്കുകയും അവരൊക്കെ അതിന് അപ്രിസിയേഷൻ പറയുകയൊക്കെ ചെയ്യുക എന്നുള്ളത്. അങ്ങനെയാണ് നാടകം എഴുതി തുടങ്ങിയത്. ഞാൻ ആദ്യം എഴുതിയ നാടകത്തിൻ്റെ പേര് കപടയോഗി എന്ന് പറഞ്ഞ ഒരു നാടകമായിരുന്നു. അത് യാചകി എന്നൊരു നാടകം ആ കാലത്ത് പിന്നെ ഞങ്ങളുടെ വീടിനടുത്തൊരു വലിയ അന്നൊക്കെ കൊട്ടക കെട്ടുകയാണല്ലോ നാടകം കളിക്കാൻ വേണ്ടി. ആ കൊട്ടകയിൽ കുതുകുളം രാഘവൻപിള്ള, പിന്നെ ആറന്മുള പൊന്നമ്മ, പിന്നെ വൈക്കം വാസുദേവൻ നായർ, അദ്ദേഹത്തിൻ്റെ ആറന്മുള പൊന്നമ്മയുടെ സഹോദരിയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ തങ്കം വാസുദേവൻ നായർ, ഇവരെല്ലാം അഭിനയിച്ച ഒരു നാടകം മുതുകുളമൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ പോയി കണ്ടതിൻ്റെ ഒരു ഇൻഫ്ലുവൻസിലാണ് പിന്നെ ഈ നാടകം കപടയോഗി എന്ന് പറയുന്ന നാടകം എഴുതി അഭിനയിക്കുന്നത്. കുറേ കാലം ഞാൻ എൻ്റെ അവിടുത്തെ അലമാരിയിൽ വെച്ചിരുന്ന ഈ സാധനം. പിൽക്കാലത്ത് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ അതൊക്കെ അപ്രത്യക്ഷമായിരിക്കും, ആരും എടുത്ത് കളഞ്ഞു. ഈ നാടകങ്ങളൊന്നും പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടില്ല. പിന്നെ 2 ഇറങ്ങിയിട്ട് 2 ചെയ്തിട്ടുള്ളൂ. അതുപോലും പിൽക്കാലത്ത് അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. കാരണം നല്ലൊരു കമൻറ്റ് കേട്ടു. അതായത് എൻ്റെ മകൾ ഇങ്ങനെ കാണുന്ന എല്ലായിടത്തും വെച്ച് വായിക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ അവൾക്ക് 5 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങളിവിടെ വരുന്നത്. അവർക്ക് ഭയങ്കര വായനയാണ്. എന്തെങ്കിലും എഴുതാൻ വായിക്കും, ഇംഗ്ലീഷും മലയാളമൊക്കെ വായിക്കും. വായിച്ചിട്ട് അവിടെ കണ്ട് എൻ്റെ പുസ്തകം ഇരിക്കുന്നത് കണ്ടിട്ട് അവൾ എടുത്ത് 2 വായിച്ചിട്ട് അവളിത് മാറ്റി വെച്ചു. ഇന്ന് അമ്മയോട് പറഞ്ഞു, അമ്മയെ ഞാൻ വിളിച്ചു വെച്ചിരിക്കും, ആരും കാണണ്ടെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചത് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല കമൻറ്റാണ്, ഇത് മതിയാക്കണം ഈ പരിപാടി എന്നുള്ളതിൻ്റെ. ദാറ്റ് കെയിം ഫ്രം മൈ ഡോട്ടർ. ഇത് ഒരു ആക്സിഡൻ്റൽ ഫിലിം ഡയറക്ടർ എന്ന് പറയാമല്ലോ. അത് കാരണം അതെന്ന് വെച്ചാൽ ഈ മധുരയിൽ ഗാന്ധിഗ്രാമിൽ പഠിക്കാൻ പോയി. അവിടെ പഠിച്ചത് പൊളിറ്റിക്കൽ സയൻസും എക്കണോമിക്സുമാണ്.
അത് പഠിച്ച് അവിടുന്ന് വളരെ അന്ന് ശങ്കരപിള്ള സാറായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്, മലയാളം അധ്യാപകൻ. മലയാളം അധ്യാപകൻ. അതും ഒരു യാദൃശ്ചികതയാണ്, അദ്ദേഹം നാടകാചാര്യൻ. അതെ അതെ. അപ്പോൾ അത് ഞങ്ങൾ ഒരുമിച്ച് അവിടെ ചേരുന്നത്, ഞാൻ സ്റ്റുഡൻ്റായിട്ടും സാറ് ലെക്ചറായിട്ടും. അപ്പോൾ ഇത് പിന്നീട് ഡിണ്ടിഗലിൽ ജോലി ചെയ്യാൻ വേണ്ടി പോയി. ഡിണ്ടിഗൽ അത് തെറ്റാണ്, അത് ശരിയല്ല. ഡിണ്ടിഗലിനടുത്താണ് ഈ ഗാന്ധിഗ്രാം. ഗാന്ധിഗ്രാമാണ്. ഞാൻ അവിടെ ജോലിക്കൊന്നും പോയിട്ടില്ല. ഇല്ല. അത് തെറ്റായ ഒരു ഇൻഫർമേഷൻ. സർക്കാർ ജോലി രാജിവെച്ചിട്ട് ഞാൻ അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് വന്നപ്പോഴത്തേക്ക് അവിടെ തന്ന് കൊടുത്തിരുന്നു. ഞാൻ പോകാൻ കാരണം അവരുടെ പിന്നെ ഈ അഡ്മിഷൻ നോട്ടീസിനകത്ത് പറഞ്ഞിരുന്നത് ഇത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, എക്കണോമിക്സ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് ഇതായിരുന്നു സബ്ജക്റ്റ്. അപ്പോൾ ഇത് പാസ്സാവുന്നവർക്ക് പിന്നെ മറ്റ് സബ്ജക്ട്സ് ഉണ്ട് സബ്സിഡറി ആയിട്ട്. അതിന് നാഷണൽ എക്സ്റ്റൻഷൻ സർവീസൊക്കെ ഉണ്ടല്ലോ, ആ ഭാഗത്തേക്ക് പോകാനായിട്ട്, ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് വകയിലൊക്കെ ഉദ്യോഗത്തിന് പോകാനായിട്ട് ഇത് പാസ്സായി കഴിഞ്ഞാൽ ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസറായിട്ട് ജോലി കിട്ടും എന്നവർ അതിനകത്തൊരു വാചകം പറഞ്ഞിരുന്നു. അപ്പോൾ വേഗം ഒരു ജോലി കിട്ടുമല്ലോ എന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ BSc പഠിക്കുമ്പോഴേ അത് കളഞ്ഞിട്ടാണ് പോയത്. BScക്ക് സുവോളജി മെയിൻ എടുത്ത് ഏതാനും മാസങ്ങൾ പഠിച്ചതിന് ശേഷം അത് അവിടെ വിട്ടിട്ട് പോകുന്നത്. അപ്പം അത് പഠിച്ചിറങ്ങിയപ്പോൾ തിരിച്ച് കേരളത്തിൽ വന്ന് ഇവിടെ ആ ഒരു സ്കോപ്പും ഇല്ല, ഇവിടെ ആരും അപ്രൂവ് ചെയ്തിട്ട് നമ്മുടെ ഗവൺമെൻറ് അല്ലേ, അങ്ങനെ ഒന്നും ഇവിടെ നടക്കുകയല്ലല്ലോ. അപ്പോൾ ആ രീതിയിൽ ഒന്നും നടക്കാതിരുന്നു. കുറച്ചു കാലം ഭാരത് സേവക സമാജത്തിൽ ഒരു വോളണ്ടിയർ ആയിട്ട് ഞാൻ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നാഷണൽ സാമ്പിൾ സർവേയിൽ പിന്നെ ഒരു ഇൻ്റർവ്യൂവിന് പോകുന്നത്. ഇൻ്റർവ്യൂവിന് പോയി 10-30 പേരുണ്ടായിരുന്നില്ല, എന്നെ മാത്രം അവരെടുത്തു. അപ്പോൾ അതൊരു വലിയൊരു ഖ്യാതിയായിപ്പോയി അങ്ങനെ ജോലി കിട്ടിയത്. അതുമായിട്ട് ഞാനൊരു 1.5 വർഷം നടന്നു. പിന്നെ കേരളം മുഴുവൻ സഞ്ചരിച്ചൊരു സമയമാണ്. മലബാറിലൊക്കെ ഒരുപാട് എക്സ്റ്റൻസീവായിട്ട് സഞ്ചരിച്ചിട്ടുണ്ട്. മലബാർ 50-60 വർഷം മുമ്പുള്ള മലബാർ എനിക്ക് നല്ല തറവായിരുന്നു. കാരണം പന്ന റോഡുകൾ എല്ലാം വളരെ അപൂർവ സ്ഥലങ്ങളേ ഉള്ളൂ, മനുഷ്യവാസം ഇങ്ങനെയൊക്കെ കിടന്നൊരു സ്ഥലമാണ്. ഇപ്പോൾ പോയി തിരിച്ചറിയത്തില്ല, റോഡോ ആളുകളെ ഒന്നും തിരിച്ചറിയത്തില്ല. എല്ലായിടും വലിയ ടൗണായി എല്ലായിടും. അപ്പോൾ അന്ന് നാട്ടുമ്പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം കൂടെ ഈ ഓരോ സാമ്പിൾ സർവേ, അതായത് സാമ്പിളുകൾ സെലക്ട് ചെയ്തിട്ട് അവിടെയുള്ള എല്ലാ ആളുകൾ എങ്ങനെ ജീവിക്കും എന്നുള്ളതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ എടുക്കുകയാണ്. അതൊരു കളക്ഷൻ ഓഫ് ഇൻഫർമേഷനാണ്. അത് ഉപയോഗിച്ചിട്ടാണ് 5 ഇയർ പ്ലാൻസിൻ്റെ ആവശ്യകത എങ്ങനെ വേണം, എത്ര അലൊക്കേഷൻ വേണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണ്. അതായത് ഈ 5 ഇയർ പ്ലാൻസ് തുടങ്ങുമ്പോൾ ജവഹർലാൽ നെഹ്റു പ്രൊഫസർ മഹാലനോബിസ് എന്ന് പറയുന്ന എക്കണോമിക്സിനെയാണ് ഏൽപ്പിച്ചത് ഈ 5 ഇയർ പ്ലാൻസിൻ്റെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പരിഷ്കാരമായിട്ട് അത് നാഷണൽ സാമ്പിൾ സർവേ വരുന്നത്. രാജ്യം മുഴുവൻ ഇതുപോലെ ഉണ്ട്. ഒരു ബുക്കുണ്ട്, അത് നോക്കി അതിനൊരു തിയറി ഉണ്ട്, അതനുസരിച്ചിട്ട് വേണം സാമ്പിൾസ് സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ കേരളത്തിലെ സാമ്പിൾസ് അവിടെ ഇവിടെ ഇങ്ങനെ ആയിരിക്കും. നമ്മളിങ്ങനെ യാത്ര ചെയ്ത് അവിടെ പോയി സാമ്പിൾസ് എടുത്ത് എല്ലാ കാര്യങ്ങളും ഒരാൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവർ കംപ്ലീറ്റ് ആ വീട്ടിലെ ആളുകളുടെ എണ്ണം, അവർ പ്രായം, പെണ്ണുങ്ങളാണോ, അവരെന്ത് തൊഴിൽ, ഭൂമി ഉണ്ടെങ്കിൽ അവരെന്ത് അതിൽ കൃഷി ചെയ്യുന്നു എന്താണുള്ളത്, പിന്നെ വഴിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ കടയുണ്ടെങ്കിൽ കടയിൽ എന്ത് വിൽക്കുന്നു, എന്തൊക്കെ വിലയാണ് അതിന് ഓരോ ഐറ്റത്തിനും, പയറിനും ഉപ്പിനും, ഇങ്ങനെ ഓരോ ഐറ്റംസിനും നമ്മളതിൻ്റെ കളക്ഷൻ നടത്തുക. ആ ഒരു സാമ്പിളിലെ എല്ലാ കാര്യങ്ങളും നമ്മുടെ സർവേയിൽ വരും. അങ്ങനെയുള്ള അതിൽ നിന്നാണ് ഒരു മൊത്തമുള്ള ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ കുറേ കാലമായപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ജീവിതം ഇങ്ങനെ കണക്കെടുത്തുകൊണ്ട് നടന്നാൽ പോരല്ലോ, ശരിയാവുന്നില്ലല്ലോ. ഞാനപ്പോൾ തിരുവനന്തപുരത്ത് ഒരു ബേസ് വെച്ചിട്ടുണ്ട്. ഇവിടെ വന്ന് നാടകങ്ങൾ എഴുതുകയും അവതരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. NSDയിൽ ചേരാനുള്ള താല്പര്യം ഉണ്ടായിരുന്നു. നാഷണൽ സ്കൂൾ ആ സമയത്ത് എനിക്ക് ഹിന്ദി അതെ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പോകണമെന്നും ആലോചിച്ചു. പക്ഷേ അവിടെ ചെല്ലുമ്പോഴേ എനിക്ക് ഹിന്ദിയാണ് പേടി, അതുകൊണ്ട് പിന്നെ വേണ്ടെന്ന് വെച്ചു. പക്ഷേ ഗാന്ധിഗ്രാമിൽ ഇപ്പോൾ ഉണ്ടായ ഒരു ഗുണം, ശങ്കരപിള്ള സാർ ഈ ലൈബ്രറിയുടെ ചാർജിലായിരുന്നു. അപ്പോൾ അവിടെ എല്ലാ പുസ്തകങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്ന നാടകങ്ങളും മുഴുവനും, നാടകകൃത്തുക്കളെ പറ്റിയുള്ള പുസ്തകങ്ങൾ, നാടകത്തിൻ്റെ പ്രൊഡക്ഷനെ പറ്റിയുള്ള പുസ്തകങ്ങൾ, വലിയ അമേരിക്കയിലെ അവരുടെ എല്ലാ പേര് ഞാൻ ഇപ്പോൾ മറന്നിരിക്കുന്നു, വലിയ പ്രധാനപ്പെട്ട അന്നത്തെ ക്രിട്ടിക്സ്, അവരുടെ എല്ലാം ബുക്കുകൾ അവിടെ സാറ് അവിടെ നിന്നൊക്കെ വരുത്തി ഞാനതിൽ നിന്ന് കുത്തിയിരുന്ന് വായിക്കുമായിരുന്നു പണി. ഒരു പ്ലേ റൈറ്റിനെ എടുത്തു കഴിഞ്ഞാൽ അയാളുടെ നാടകങ്ങൾ മുഴുവൻ ഞാൻ വായിച്ച് അയാളെ പറ്റി ആരെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അത് വായിക്കും. ഇങ്ങനെ ആ രീതിയിലുള്ള വായനയായിരുന്നു, തറവായിട്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഏതാണ്ടൊരു നാടകത്തിൻ്റെ അതോറിറ്റി ആയിരുന്നു എനിക്ക്, എൻ്റെ ആ പ്രായത്തിൽ പ്രത്യേകിച്ചും. അങ്ങനെ ആധുനിക നാടകവേദിയോട്ടൊക്കെ നല്ല ഇതായി. അപ്പോൾ എനിക്ക് അപ്പോഴാണ് ആലോചിച്ച് സ്കൂൾ ഓഫ് ഡ്രാമ ഇപ്പോൾ പറ്റുമല്ലോ. അങ്ങനെ അതേസമയം ഈ ജോലി കിട്ടിയപ്പോൾ ഞാനിങ്ങനെ യാത്ര ചെയ്തു
നാട്ടിൻപുറത്തേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചു പോകാൻ ഒക്കത്തില്ല, ബസ്സോ ഒന്നുമില്ല. അതുകൊണ്ട് ചില വീടുകളിൽ തന്നെ അങ്ങ് താമസിക്കും. അവർ നമുക്കൊരു മുറിയൊക്കെ ശരിയാക്കി തരും. ഒരു 2 മുറിയൊക്കെ ഉള്ള വീടായിരിക്കും. പക്ഷെ അവർ അവരുടെ ഒരു വളരെ മനോഹരമായിട്ടുള്ള ആതിഥ്യം, പൈസ കൊടുക്കാം. അത് പക്ഷേ പോലും നല്ല ഒരു മനസ്സുള്ള മനുഷ്യർ നാട്ടിൻപുറത്തുള്ള പല സ്ഥലത്തും ഞാൻ പോയി താമസിച്ചിട്ടുണ്ട്. അങ്ങനെ ആളുകളെ അടുത്തറിയാനുള്ള ഒരു അവസരം കൂടായിരുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ മനുഷ്യരെങ്ങനെ ജീവിക്കുന്നുള്ളതിനെ പറ്റിയുള്ള ഒരു വളരെ ഒരു സൂക്ഷ്മമായിട്ടുള്ള അറിവ് എനിക്ക് ഈ കാലഘട്ടത്തിൽ കിട്ടി. അത് വലിയ പാഠമാണ് ആ സമയത്ത്. പിന്നെ ഒരു കാരണം, എനിക്ക് ഞങ്ങളുടെ മുകളിൽ ഒരു ഇൻസ്പെക്ടർമാരുണ്ട്. അവർ നമ്മൾ പോയിട്ട് നമ്മളെ ഇൻസ്പെക്ട് ചെയ്യാൻ വരും. നിരന്തരമായിട്ട് അവരെന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കും. ഒരു വീട്ടിൽ ചെന്ന് വിവരം ചോദിക്കുമ്പോൾ എത്ര പേരുണ്ടെന്ന് ചോദിക്കുമ്പോൾ അവർ ആദ്യം എന്നോട് പറഞ്ഞത് 7 പേരെന്നായിരിക്കും. ഇവർ വരുമ്പോഴത്തേക്ക് പറയും 8 ഉണ്ടായിരുന്നു എന്ന് പറയും. അപ്പോൾ ഞാൻ തെറ്റ് ചെല്ലുക കളക്ട് ചെയ്ത് ഈ സ്റ്റൈലിൽ പോകും. കുറേ അങ്ങനെ ആയപ്പോൾ എനിക്ക് തോന്നി, ഐ ഡോണ്ട് വാണ്ട് ദിസ് ജോബ്. കാരണം ഇത് എൻ്റെ ഇൻറ്റഗ്രിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. അത് ഒരു വാക്കുപോലും അവരുടെ ഈ വരുന്നവരുടെ നിന്ന് നമുക്ക് നല്ലത് പറയത്തില്ല അവർ. സോ ഐ തോട്ട് ഐ വാസ് ഗെറ്റിംഗ് ഡിജക്റ്റഡ്. എനിക്ക് എത്രയും വേഗം ഈ തൊഴിൽ കളയണം എന്ന് പറഞ്ഞ് എന്താ വഴി ഇങ്ങനെ ആലോചിച്ച് നടക്കും. ആ സമയത്താണ് മലയാള മനോരമ പത്രം ചെങ്ങന്ന് വെച്ചൊരു റെസ്റ്റോറൻറ്റിൽ ചായക്കടയിൽ ചായ കുടിക്കാൻ വന്നപ്പോൾ അവരുടെ മേശപ്പുറത്ത് ഇങ്ങനെ ഡെസ്കിൽ ഇങ്ങനെ ഒരുപാട് പേര് വായിച്ച് ചുരുട്ടി പിടിച്ചൊക്കെ ഇട്ടിരിക്കുന്ന ഒരു പത്രം നോക്കി. അതെടുത്ത് നോക്കിയപ്പോൾ അതിലൊരു പരസ്യം കിടക്കുന്നു, സ്ക്രീൻ പ്ലേ റൈറ്റിംഗ് ആൻഡ് ഡയറക്ഷൻ എന്ന് പറഞ്ഞ് അത് കോഴ്സ് അതിനകത്ത് പരസ്യത്തിനകത്ത് ഒരെണ്ണം പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ എനിക്ക് സിനിമയിലൊന്നും പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. എനിക്ക് വേണമെങ്കിൽ കുട്ടിക്കാലത്തൊക്കെ സിനിമയിൽ താല്പര്യം വരാം. കാരണം എൻ്റെ അമ്മാവിന് 2-3 തിയേറ്റർ ഉണ്ടായിരുന്നു അടൂര് പറക്കോട് വയനാത്ത് എന്നൊക്കെ പറഞ്ഞിട്ട്. എവിടെ പോയാലും എന്നെ ഇന്ന വീട്ടിലാണെന്ന് അറിയാവുന്നതുകൊണ്ട് കയറ്റി വിടും. അപ്പം ടിക്കറ്റ് ഒന്നും വേണ്ട. അങ്ങനെ ഒരു സമയമുണ്ടായിരുന്നു. എങ്കിൽ പോലും ഞാൻ സ്ഥിരമായിട്ട് പോയിരുന്നില്ല. സ്ഥിരമായിട്ട് തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ പയ്യൻ പിഴച്ചു പോയെന്ന് നാട്ടുകാർ പറയും, വീട്ടുകാർ പിന്നെ അറിയുന്നത്. അപ്പോൾ അതിപ്പോൾ നല്ല എൻ്റെ അമ്മയുടെ മുമ്പിലെങ്കിലും ഞാൻ നല്ല കുഞ്ഞായിട്ട് കഴിയണം എന്നുള്ളത്. അങ്ങനെ ആണ് ഇത് കണ്ടപ്പോൾ, ഈ പരസ്യം കണ്ടപ്പോൾ എനിക്ക് തോന്നി നാടകത്തെ പറ്റി കുറച്ചുകൂടെ ശാസ്ത്രീയമായിട്ട് പഠിക്കാം. സ്ക്രീൻ പ്ലേ റൈറ്റിങ് എന്ന് വളരെ വ്യത്യസ്തമാകാൻ വഴിയില്ല എന്നങ്ങ് തീരുമാനിക്കുന്നു. ഈ ഡയറക്ഷൻ അത് നോക്കി എനിക്ക് അതിൻ്റെ മനസ്സിലേ പോകുന്നില്ല. അതിനുവേണ്ടി ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ അവർ എനിക്കൊരു മറുപടി അയച്ചു, യു നീഡ് ടു ഹാവ് എ ഡിഗ്രി. എനിക്കന്ന് ഗാന്ധിഗ്രാമിൽ അന്ന് പിന്നീട് യൂണിവേഴ്സിറ്റി ആക്കിയത്. അന്ന് ഡിപ്ലോമ ആയിരുന്നു. അപ്പോൾ 3 വർഷത്തെ കോഴ്സാണ്. അത് ഡിഗ്രിക്ക് അപ്പുറമുള്ളതാണ്. പക്ഷേ യു ആർ നോട്ട് ക്വാളിഫൈഡ് ഫോർ ദിസ് എന്ന് പറഞ്ഞാൽ എനിക്ക് എഴുതി മറുപടി തന്നു. അപ്പോൾ ഞാൻ അവരൊരു ഇഷ്യൂ ചെയ്ത ഒരു ഗവൺമെൻറ് ഓർഡർ ഉണ്ടായിരുന്നു. എന്ത് കാര്യത്തിനും ഇങ്ങനെ ജോലിക്കോ ഉപരിപഠനത്തിനോ ഇത് ഈ ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷന് തുല്യമായിട്ട് ആണ് എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ് ഇറക്കിയ ഒരു നോട്ടിഫിക്കേഷൻ നമുക്കുണ്ടായിരുന്നു. ഞാനത് വെച്ച് വീണ്ടും അപ്ലൈ ചെയ്തു, ഇതെനിക്കുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ പ്രൊവിഷണലി അഡ്മിറ്റഡ് ടു റൈറ്റ് ദി എക്സാം എന്ന് പറഞ്ഞ് എനിക്ക് മറുപടി അയച്ചു. അങ്ങനെ ആദ്യം റിജക്ഷൻ വന്നതാണ്. ഞാൻ ഒരു തോൽവി പറ്റിയാലും ഞാൻ അതിലങ്ങ് മടങ്ങുകയല്ല, എൻ്റെ സ്വഭാവത്തിലുള്ളതാണ്. അത് നോക്കണമല്ലോ വിചാരിച്ച് അടുത്ത് വീണ്ടും എഴുതി അയച്ചു. അപ്പോൾ അവർ വിളിച്ചു. അപ്പോൾ അങ്ങനെ പൂനെക്ക് പോവാം, അവർ പോക്ക് പോവാണ്. 62 പൂനെക്ക് പോവാം. അപ്പോൾ അതിൻ്റെ ഈ കൊല്ലം ആൾറെഡി ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിരിക്കുന്നു. ഇത് 2ാമത്തെ വർഷമാണ്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റിൽ അതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജിലാണ്. അപ്പോൾ അവിടെ ചെന്നു, അവിടെ പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് അവർക്ക് പിന്നെ വാല്യുവേഷൻ കഴിഞ്ഞിട്ട് പിന്നെ അതിൽ ജയിച്ചവരെ ഇൻ്റർവ്യൂവിന് പോകണം. അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ ഡെക്കാൻ ചങ്ങാന എന്ന് പറഞ്ഞൊരു സ്ഥലത്തൊരു ചെറിയൊരു ലോഡ്ജിൽ താമസിച്ചു. അവിടെ നിന്ന് പിറ്റേ ദിവസം പോയി. അവിടെ ചെന്നപ്പം പിന്നെ ഇൻ്റർവ്യൂ ചെയ്യാനിരിക്കുന്നതിൻ്റെ ചീഫ് ആരാണ്? കെ അബ്ബാസ്. പിന്നെ അതുപോലുള്ള പ്രധാന 3-4 പേരുണ്ട്. അപ്പോൾ അബ്ബാസാണ് എന്നോട് അധികം ചോദ്യങ്ങളൊക്കെ ചോദിച്ചത്. ഞാൻ വളരെ കാര്യമായിട്ട് പറഞ്ഞു, ഞാൻ നന്നായിട്ട് വായിച്ചിട്ടുണ്ട്. ഇവരുടെ എല്ലാ കൃതികൾ ട്രാൻസ്ലേഷൻ പോലും വായിച്ചിട്ടുണ്ട്. അബ്ബാസ്, മുൾക്ക് രാജ്, ആനന്ദും ഇങ്ങനെയുള്ളവരെല്ലാം എനിക്കറിയാം. അവർ ആധുനികത കൊണ്ടുവന്ന ആളുകളാണ് അത് ശരിക്കും പിന്നെ ഹിന്ദിയിൽ. അപ്പോൾ നമ്മളെ കാര്യമായിട്ട് എന്നിട്ട് ഇവിടുത്തെ റൈറ്റേഴ്സ് ഞാൻ ചോദിച്ചു. അതൊക്കെ നല്ല കാര്യമായിട്ട് നമ്മളിരുന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പബ്ലിഷ് ചെയ്ത 2 ബുക്കും എടുത്തും മേശപ്പുറത്തിട്ടു. നാടകങ്ങൾ. അപ്പോൾ എൻ്റെ അത്രയും ക്വാളിഫൈഡായിട്ടുള്ള ആരും അവിടെ അപ്ലിക്കേറ്റ് ഇല്ല ശരിക്ക്. ദേ ആർ വെരി ഹാപ്പി. സബാസ് വളരെ കാര്യമായിരുന്നു. അത് കഴിഞ്ഞ് പോയി പിറ്റേ ദിവസമാണ് റിസൾട്ട് ഇടുന്നത്. റിസൾട്ട് ഇടാൻ പിറ്റേ ദിവസം വന്നു കഴിഞ്ഞപ്പോൾ ഏറ്റവും ഞാൻ താഴോട്ട് നോക്കുന്നത്, പക്ഷേ മോളേറ്റം കിടപ്പുണ്ട് എൻ്റെ പേര്, ഫസ്റ്റ് റാങ്കിൽ സെലക്ട് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരേ ഒരു മെറിറ്റ് സ്കോളർഷിപ്പേ ഉള്ളൂ. അത് 75 രൂപയാണ്. അത് കിട്ടി.
അപ്പം എന്നിട്ട് അവിടുന്ന് ഞാൻ റെസിഗ്നേഷൻ അവിടുന്ന് എഴുതി അയച്ചു. കെ ജി ജോർജൊക്കെ വരുന്നത് അതിനുശേഷം 2 കൊല്ലം കഴിഞ്ഞാൽ ജോർജൊക്കെ കഴിഞ്ഞു. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചിട്ട് ഏറ്റവും ആദ്യം ചെയ്ത സിനിമ എ ഗ്രേറ്റ് ഡേ അത് ഞാൻ കണ്ടിട്ടുണ്ടത്. അത് വളരെ കൗതുകകരമായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് വളരെ ഇപ്പോഴും അതിൻ്റെ ഒരു പുതുമ നഷ്ടപ്പെടാത്ത ഒന്ന്. ഞാനത് 2 തവണ കണ്ടു ഈ അടുത്തിടയിൽ. എനിക്ക് വളരെ രസമായി തോന്നിയത്. അത് എനിക്ക് തോന്നുന്നു പിന്നീടുള്ള സിനിമകളിൽ വന്നിട്ടുള്ള ഒരു ഹാസ്യാത്മകത ഉണ്ടല്ലോ, കോമഡി, ഈ പല സിനിമകളിലും ഉണ്ടായിരുന്നു. കൊടിയേറ്റത്തിലുണ്ട്. പിന്നീട് വന്ന ഏറ്റവും കൂടുതൽ കോമഡി സീനുകളുള്ളത് എലിപ്പത്തായത്തിലാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ എല്ലാ സിനിമകളിലും ഉണ്ട്. അത് പല രീതിയിൽ ഹ്യൂമർ അത്രേ ഉള്ളൂ. അത് പല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അനന്തരത്തിലുണ്ട്. പിന്നെ ഈ മതിലിൻ്റെ അപ്പുറത്ത് കൂടെ ഒരു സൈക്കിൾ പോകുന്ന ആ തരത്തിലുള്ള ഈ കോഴിമുട്ട കൊണ്ടുള്ള ആ രീതിയിലുള്ള ഹ്യൂമർ ഒരുപാട് ഉപയോഗിക്കും. അത് തുടക്കം ശരിക്കും എ ഗ്രേറ്റ് ഡേ എന്ന് പറയുന്ന സിനിമയിലാണെന്ന് എനിക്ക് തോന്നുന്നു. ആത്മകഥയാണ്. അത്ഭുതമാണത്. മടിയനായ ഞാൻ ഇങ്ങനെ രാവിലെ എണീക്കാൻ പിന്നെ പാല് കൊണ്ടുവയ്ക്കും, കുപ്പി. അത് കൊണ്ടുവയ്ക്കുമ്പോൾ എണീച്ച് നിന്ന് തുറക്കുന്നതിന് പകരം ഇവിടെ കിടന്നുകൊണ്ട് ഈ ചാരണ്ട് വലിക്കുമ്പോൾ അത് ഡിവൈസ് അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുക. അതിന് വലിച്ചു കഴിയുമ്പോൾ കഥ തുറക്കും. അപ്പോൾ അതിനോട് വെച്ചു പോകും. അതിൽ ഈ ശബ്ദങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതെ അതെ, ശബ്ദങ്ങൾ മാത്രമേ ഈ കലാസംവിധാനം, ചുവരിലുള്ള കലണ്ടറുകൾ, ചിത്രങ്ങൾ, ഈ പല്ലുകളുടെ ചിത്രങ്ങളുള്ളത്, അതിലത്തെ ഈ അവസാനത്തെ ഷോട്ട്, ഒരു ക്ലോസ് ഷോട്ട് ഉണ്ട് പല്ലിൻ്റെ, അതൊക്കെ ഭയങ്കര കൗതുകരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു മേച്ചേർഡ് ആയിട്ടുള്ളൊരു ഫിലിം ഡയറക്ടറുടെ എല്ലാ സൂചനകളും അതിനകത്ത് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് അത് കഴിഞ്ഞ് ഡിപ്ലോമ ഫിലിം പറഞ്ഞപ്പോഴേ അത് കഴിഞ്ഞ് 45 വർഷം കഴിഞ്ഞ് പൂനെയിലൊരു ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അവിടെ ഡോക്ടർ അനന്തമൂർത്തിയാണ് അന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ചെയർമാൻ. അപ്പോൾ അവർ ഈ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ആ പടം എടുത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആ പടം എടുത്ത് കാണിച്ചു. അപ്പോൾ ഞാനുണ്ട് അവിടെ. അപ്പോൾ അത് കാണിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഓഡിയൻസിനോട് പറഞ്ഞു, ഇത് ഞാൻ 45 വർഷം മുമ്പ് എടുത്ത പടമാണ്, ഒരു സ്റ്റുഡൻറ്റ് ഫിലിമാണ്, ഫസ്റ്റ് ഫിലിമാണ്, അത് ആ രീതി വേണം ഇതിനെ കാണാനെന്ന് പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞ് പടം അങ്ങോട്ട് തുടങ്ങി അങ്ങോട്ട് ആളുകളങ്ങോട്ട് കൂട്ടച്ചിരി. അവസാനം തീർന്നു കഴിഞ്ഞപ്പോൾ അനന്തമൂർത്തി പറഞ്ഞു, ഞാൻ ഇതിൻ്റെ ഒരു കോപ്പി എടുത്ത് വീട്ടിൽ കൊണ്ടുപോകാം, എനിക്ക് ഐ വോണ്ട് ടു കീപ്പ് ഇറ്റ് എന്ന് പറഞ്ഞു. അത് വളരെ രസകരമായിരുന്നു. അതിനുശേഷം രണ്ടാമതൊരു സിനിമ എടുത്തല്ലോ, ഡിപ്ലോമ ഫിലിം. അതെ, ലൈറ്റ് എന്ന് പറയുന്നത്. മണിക്കോളാണ് അതിൽ പ്രധാന റോള് ചെയ്തത്. അതെ അതെ, അതും വളരെ ശ്രദ്ധേയമായിട്ടുള്ള സിനിമ. അത് ഇതിൻ്റെ നേരെ വിരുദ്ധമായിരുന്നു. അതിനകത്ത് ഹ്യൂമറല്ല, സീരിയസ് ആണ്. അതിന് സ്വയംവരമായിട്ട് ഒരു വലിയ ബന്ധമുള്ളതായിട്ട് എനിക്ക് തോന്നി. കാരണം അതിൻ്റെ ഇൻറ്റീരിയർ, ആ മുറിയുടെ ഒരു ഇൻറ്റീരിയർ, പിന്നെ അതിലെ ആ സുധാറാണി ശർമ്മയുടെ റോള്, അവരുടെ ചില ക്ലോസ് ഷോട്ടുകൾ, അതൊക്കെ എനിക്ക് പിന്നീട് സ്വയംവരത്തിൽ ശാരദയുടെ റോളായിട്ട് എന്തൊരു താരതമ്യം തോന്നിയിരുന്നു. പക്ഷെ അതിൽ ഇന്ത്യയിലെ വലിയ പ്രധാനപ്പെട്ട ആളുകളൊക്കെ അതിനകത്തുണ്ട്. അസ്രാണിയുണ്ട്, പിന്നെ സുഭാഷ് ഗൈ ഇതെല്ലാം അതിനകത്തുണ്ട്, പടത്തിലുണ്ട്. അപ്പം അത് പിന്നെ അന്ന് ഘട്ടക്കുണ്ടല്ലോ ഇവിടെ, ഘട്ടക്ക് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഞങ്ങളുടെ പ്രൊഫസറായിരുന്നു. അതെ, അധ്യാപകൻ എന്ന നിലയിൽ എങ്ങനെയായിരുന്നു? ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. കാരണം പ്രധാനമായിട്ട് ഞാൻ കൂടുതൽ സത്യം പറഞ്ഞ സിനിമ പഠിച്ചത് അദ്ദേഹം സ്വന്തം പടം കാണിച്ചിട്ട് അതെന്തുകൊണ്ട് ഇങ്ങനെ എടുത്തു, എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്നുള്ളതിനെപ്പറ്റി അദ്ദേഹം സംസാരിക്കുമായിരുന്നു. അത് വലിയ ഗ്രേറ്റ് ലേണിംഗ് ആയിരുന്നു എനിക്ക്. അദ്ദേഹത്തിന് മേജർ ഫിലിംസ് ഒക്കെ അതിന് മുമ്പേ എടുത്തിരുന്നു. അതെ അതെ, കോമൾ ഗാന്ധാർ, സുവർണരേഖ. അദ്ദേഹം പണിയൊന്നുമില്ലാതെ ആരും അതിന് കൊടുക്കത്തുമില്ല. അങ്ങനെ ആ കണ്ടീഷനിൽ കൽക്കട്ടയിൽ കഴിഞ്ഞപ്പോൾ സത്യജിത്രയെ ഇന്ദിരാഗാന്ധിയോടെ പറഞ്ഞു, ഇങ്ങനെ ഒരു നല്ലൊരു സിനിമയ്ക്ക് പറ്റി നല്ല വിവരമുള്ളൊരു മനുഷ്യനാണ്, അദ്ദേഹത്തിന് പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിളിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ വൈസ് പ്രിൻസിപ്പലും പ്രൊഫസർ ഓഫ് ഡയറക്ഷനായിട്ടാണ് അദ്ദേഹത്തിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അത് എൻ്റെ 2ാം വർഷമാണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ ഘട്ടക്ക് അദ്ദേഹത്തിനെ പറ്റിയുള്ള കഥകളൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അത് ആളെല്ലാം വിചാരിച്ചിരിക്കുന്നത് അദ്ദേഹം എപ്പോഴും കുടിച്ചുകൊണ്ട് നടക്കുന്നത്. അങ്ങനെയൊന്നും അല്ല. അദ്ദേഹത്തിൻ്റെ കയ്യിൽ എപ്പോഴും പുസ്തകം കാണുമായിരുന്നു. നന്നായിട്ട് വായിക്കുന്ന കൂട്ടത്തിലായിരുന്നു, എഴുതുമായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അദ്ദേഹം ക്ലാസ്സിൽ വന്നിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ പടങ്ങൾ കാണിച്ചിട്ട് ഒരിക്കൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭാഗം റേയുടെയൊക്കെ പടം അദ്ദേഹം കാണിച്ചിട്ട് അതിനെപ്പറ്റി സംസാരിക്കും. ഒരിക്കൽ പിന്നെ അപരാജിത കാണിച്ചിട്ട് ഒരു സീക്വൻസ് വന്നപ്പോൾ പറഞ്ഞു, ലുക്ക് ഹിയർ ഈസ് ഗ്രേറ്റ് സിനിമ എന്ന് പറയുമായിരുന്നു. എന്നിട്ട് ഇവർ തമ്മിൽ പരസ്പര ശത്രുക്കളായിരുന്നു എന്നാണ് ചിത്രീകരിച്ച് വന്നിരിക്കുന്ന ആളുകൾ. റേ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഹി വാസ് സംബഡി ഹു ഹാഡ് സിനിമ റണ്ണിങ് ഇൻ ഹിസ് വെയിൻസ് എന്നാണ് റേ പറയുന്നത്. അങ്ങനെയുള്ള അപ്രിസിയേഷനാണ് ഇങ്ങനെയെങ്കിലും വിട്ടത്. അങ്ങനെ രക്ഷിക്കാൻ വേണ്ടിയാണ് പൂനെയിലേക്ക്. പൂനെ 2-3 കൊല്ലം നിന്നുള്ളൂ അദ്ദേഹം.
ഇപ്പം ഈ ഇവിടെ നിന്ന് വന്നിട്ട് 65 ഇവിടെ ചിത്രലേഖ ഫിലിം സൊസൈറ്റി ഉണ്ട്. അതൊരു കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ സാംസ്കാരികമായിട്ടുള്ള ഒരു പുതിയ പ്രവർത്തനമായിരുന്നു. അതിനുശേഷം ഫിലിം കോപ്പറേറ്റീവ് ഉണ്ടാക്കി. പിന്നെ തുടരെ ചെയ്തത് മുഴുവൻ ഡോക്യുമെൻ്ററികളാണ്. ഈ കോവളത്തെക്കുറിച്ചൊക്കെ ഡോക്യുമെൻ്ററി ചെയ്ത് പലതും ഒരുപാട് ഈ റബ്ബറിനെ കുറിച്ചോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫാമിലി പ്ലാനിങ് ഒന്നിലധികം ചെയ്തു. 10-30 എണ്ണം ചെയ്തു. ഒരുപാട് പടങ്ങൾ ചെയ്തു. അതൊക്കെ ഒരു പരിശീലനമായിരുന്നു. ഞാൻ എല്ലാം ചെയ്തിരുന്നു. സിനിമയെ സംബന്ധിച്ചുള്ള എന്നെ സംബന്ധിച്ചോളം ഞാൻ സിനിമയുടെ എല്ലാ അംശങ്ങളും വർക്ക് ചെയ്തു തനിയെ. ഫോട്ടോഗ്രാഫി, എഡിറ്റിങ്, സൗണ്ട് റെക്കോർഡിങ് ഇതെല്ലാം ഞാൻ തന്നെ ചെയ്തിട്ടാണ് ആ പടങ്ങൾ അധികവും ചെയ്തിരിക്കുന്നത്. പിന്നീട് ക്യാമറ ചെയ്തല്ലോ, പാരീസ് ഗംഗ എന്ന് പറഞ്ഞ പടം ഞാൻ തന്നെ ഷൂട്ട് ചെയ്തു ക്യാമറ ചെയ്ത്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ സ്വയംവരത്തിൻ്റെ നാളുകൾ 72-ലാണ് അത് ഇറങ്ങിയത്. അത് ഇറങ്ങി വന്നപ്പോൾ അതിൻ്റെ ആദ്യത്തെ ദിവസം ആദ്യത്തെ പ്രദർശനം കണ്ട ഒരാളാണ് ഞാൻ. അതൊരു വലിയൊരു അനുഭവമായിരുന്നു. നമ്മൾ അതുവരെ കണ്ടിട്ടുള്ള സിനിമകൾ, മലയാളത്തിൽ കണ്ടിട്ടുള്ള സിനിമകൾ, മെച്ചപ്പെട്ടതായിട്ടുള്ള സിനിമകൾ, അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു പുതിയ ആഖ്യാന രീതിയായിരുന്നു സ്വയംവരത്തിലുണ്ടായിരുന്നത്. അതൊരു കേരളത്തിലെ സിനിമയുടെ ഒരു തുടക്കം അതായിട്ടാണ് നമുക്ക് കരുതാവുന്നത് ചരിത്രപരമായിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞു. അതിൽ 2 പ്രധാനപ്പെട്ട താരങ്ങളാണ് അതിൽ അഭിനയിച്ചത്. ഈ ബാങ്കബിളായിട്ടുള്ള അതിൽ തിക്കുറിശി ഉണ്ടായിരുന്നു, KPSC എഴുതിയുണ്ടായിരുന്നു, വേണുക്കുട്ടൻ നായരുണ്ടായിരുന്നു. അതിൽ ഈ നമ്മൾ സത്യജിത്രയുടെ സിനിമകളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ ഈ കഥാപാത്ര ആവിഷ്കരണത്തിലും അതുപോലെ ക്യാരക്ടേഴ്സിനെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലുള്ള ഒരു സൂക്ഷ്മത ഉണ്ട്. അത് സത്യജിത്രയുടേതാണ്. കാരണം ഏത് ചെറിയ കഥാപാത്രത്തെ തിരഞ്ഞെടുക്കുമ്പോഴും സത്യജിത്ര അത്രയും ഇതായിട്ട് തിരഞ്ഞെടുക്കും. അല്ലാതെ കാഷ്വലായിട്ട് ഒരാളെ കൊണ്ടൊന്നും ചെയ്യാറില്ല. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു ഷോട്ടിൽ ബാക്കിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ പോലും അത് പുള്ളിന് മനസ്സിലുള്ള രൂപമായിരിക്കണം. അത് ഈ മറ്റേ അപരാജിതോ ചെയ്യുമ്പോൾ സൗമിത്ര അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് ബിഷപ്പ് ലെഫ്റ്റ് റോഡ് പോയപ്പോൾ എൻ്റെ അബുവിന് ഇത്രയോ പൊക്കമില്ല എന്ന് പറഞ്ഞ് മടക്കി വെച്ച ആളാണ്. അല്ല, അത് ആ ഒരു ശ്രദ്ധ ഉണ്ടായിരുന്നു. സൂക്ഷ്മാംശത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്നത് ഞാൻ പഠിച്ചത് റേയിൽ നിന്നാണ്. റേയിൽ നിന്നാണ്. അത് ഇതിൻ്റെ ഡീറ്റെയിൽസാണ് അത് ഉണ്ടാക്കുന്നത്. ഡീറ്റെയിൽസിലാണ് വർക്ക് ചെയ്യുന്നത്. ഡീറ്റെയിൽസ് നമ്മൾ വെറുതെ കാണിച്ചോണ്ടിരുന്നാലും പറ്റത്തില്ല. അത് ആനുഷികമായിട്ട് വന്നതുപോലെ വരണം. ഇറ്റ് ഷുഡ് ബി ഓർഗാനിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതിൽ ഈ എക്സ്പ്രഷൻസ്, ഭാവങ്ങൾ, വളരെ സൂക്ഷ്മമായിട്ടുള്ള ഭാവങ്ങൾ, അതിപ്പോൾ സ്വയംവരത്തിലുണ്ട്. സ്വയംവരത്തിൽ ഒരു ഷോട്ട് പറഞ്ഞ ഇത് ഈ മധു മദ്യപിച്ചിട്ട് വരുന്ന അതിൽ ഈ ശാരദയുടെ ഒരു ക്ലോസ് ഷോട്ട് ഉണ്ട്. ഞാൻ കഴിക്കുന്നില്ല, നീ കഴിച്ചോ എന്ന് പറയുമ്പോൾ ഈ ശാരദയിലേക്ക് കട്ട് ചെയ്യുന്ന ഒരു ഷോട്ട്, അത് ഭയങ്കര പെയിൻഫുള്ളാണ്. അത് അങ്ങനെയാണ് വേദന ഉണ്ടാകുന്നത്. നമ്മൾ കരഞ്ഞിട്ടല്ല, കരയുന്നില്ല, പക്ഷെ ഒരു ഭാവമുണ്ട്, ആ സഹിച്ച ഒരു സഹനത്തിൻ്റെ ഒരു അത് പിന്നീട് എല്ലാ സിനിമകളിലും ആ ഒരു സൂക്ഷ്മത പിന്നീട് അഭിനയത്തിലും കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുന്നതിലും ഈ സെറ്റിൻ്റെ ഡിസൈനിങ്ങിലും ഒക്കെ അതൊക്കെ റേയിൽ നിന്ന് പഠിച്ചതാണ്. അതിൻ്റെ സൂക്ഷ്മാംശങ്ങൾ മുഴുവൻ നമുക്കൊരു ഇൻസ്പിറേഷനാണ്. അതെ, പക്ഷെ ഒരിക്കലും റേ അനുകരിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഇല്ല. ഒരു തരത്തിലും റേ അനുകരിക്കാൻ ശ്രമിച്ചിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ എന്തോ ഒരു ചർച്ചയുണ്ട് അവിടെ. അതുകൊണ്ടാണ് റേ പറഞ്ഞത് എനിക്ക് തൊട്ട് പിന്നാലെയുള്ളത് അടൂർ ഗോപാലകൃഷ്ണനാണ്, അടൂർ ഗോപാലകൃഷ്ണൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു വലിയ ബഹുമതിയാണ്. ഇത്രയും വലിയൊരു ഗ്രേറ്റ് മാസ്റ്റർ അങ്ങനെ പറയാം, മറ്റൊരു പേരും പറയാതെ. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ BFIയുടെ അവാർഡ് അദ്ദേഹത്തിന് ശേഷം കിട്ടുന്നു. ഏഷ്യൻ തന്നെ 3 പേർക്ക് കിട്ടിയുള്ളൂ. റേയും പിന്നെ ഒസുവിനെ കണ്ടെത്തിയത് ഈ അവാർഡ് അവർക്ക് കിട്ടിയോടുകൂടി അറിഞ്ഞൂടല്ലോ. അവർ കുറസോവ മാത്രമേ ഉള്ളൂ. അതെ, ഒസുവിനെ കുറിച്ചിട്ട് റേ ഒക്കെ വളരെ മതിപ്പോടുകൂടി പറയാം. മിസോഗുച്ചി, കുറസോവായി, ഒസു 3 പേരാണ്. പിന്നെ ഇപ്പോൾ റേയുടെ പുറമെ സ്വാധീനിച്ചിട്ടുള്ള വല്ല സംവിധായകരുണ്ടോ? വിദേശ സംവിധായകർ എടുത്ത് പറയാവുന്ന ഇപ്പോൾ KG ജോർജ് എപ്പോഴും ഫെല്ലിനെ കുറിച്ച് പറയാറുണ്ട്. ജോർജിന് പിന്നെ ഈ ഹൂഡണിറ്റ് ഉണ്ടല്ലോ, അതായത് അപസപ്പക കഥകൾ ജോർജിന് വളരെ ഇഷ്ടമായിട്ട് തോന്നിയിട്ടുണ്ട്. KG ജോർജ് എപ്പോഴും പുള്ളിയോട് ചോദിച്ചാൽ ഫെദറിക്കോ ഫെല്ലിനി, പുള്ളിയുടെ ഈ 8.5, ലാ ഡോൾസ് വിറ്റ, ഈ 2 ചിത്രങ്ങളാണ് അദ്ദേഹം എപ്പോഴും സംസാരിക്കാറുണ്ടായിരുന്നത്. പക്ഷെ എൻ്റെ ഫേവറേറ്റ് അത് രണ്ടും അല്ല. ലാസ്റ്റ് ഫസ്റ്റ് ഫിലിം, അതാണ് ഏറ്റവും ഇഷ്ടം. ഗ്രേറ്റ് ഫിലിം.
നൈറ്റ്സ് ഓഫ് കബീരിയ എന്ന് പറയുന്നത്. അത് വളരെ മനോഹരമായിട്ടുള്ള ചിത്രമാണ്. പക്ഷേ ഈ വിദേശ സംവിധായകരൊന്നും ആ രീതിയിൽ ഇപ്പോൾ ഡിസിക്ക റേയെ സ്വാധീനിച്ച പോലെ സ്വാധീനിച്ചിട്ടില്ല. റേയുടെ പടങ്ങൾ വളരെ ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു സ്കോർസീസി. സ്കോർസീസി പറയും, എനിക്ക് പടം കാണണമെന്ന് ആഗ്രഹം തോന്നുമ്പോൾ എല്ലാം എടുത്തിട്ട് കാണുന്ന പടം റേയുടെയാണെന്ന് പറയായിരുന്നു. അതെ, അത് കുറസോവ പറഞ്ഞത് മറ്റേ സത്യത്രയുടെ പടങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ സൂര്യൻ ചന്ദ്രനെയും കാണാതെ ജീവിക്കുന്നല്ലോ. ബ്യൂട്ടിഫുൾ ആയിട്ടാ പോയിട്ട്, വളരെ മനോഹരമായി. അടൂരിൻ്റെ ഫിൽമോഗ്രഫിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രം എലിപ്പത്തായം തന്നെയല്ലേ? അത് ഞാൻ BFI അവാർഡിൻ്റെ പേരിലല്ല പറയുന്നത്. അതിൻ്റെ മൊത്തം അതിൻ്റെ ഘടന, അതിലത്തെ ആവിഷ്കാരം, അതിൽ ഉന്നയിച്ചിട്ടുള്ള പ്രമേയം, അതിൽ നമ്മുടെ ഒരു കാലഘട്ടത്തിൻ്റെ ചിത്രം, നമ്മുടെ സാമൂഹ്യാവസ്ഥയുടെ പ്രതിഫലനം, ഇതെല്ലാം ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ഈ എലിപ്പത്തായത്തിലാണ്. ഓരോ പടവും വ്യത്യാസം, ഓരോ പടം വ്യത്യസ്തമാണ് തീർച്ചയായിട്ടും. അല്ല, അതിൽ ഏറ്റവും മികച്ചത് എല്ലാം മികച്ചത് ഇപ്പോൾ ചിദാനന്ദ ദാസ്ഗുപ്ത ഞാൻ വളരെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു ഫിലിം ക്രിറ്റിക്കാണ്. അദ്ദേഹം പറഞ്ഞത് എനിക്ക് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പടം എന്ന് പറയുന്നത് നിഴൽക്കുത്താണെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു പാരമ്യതയിൽ എത്തിയിരിക്കുന്ന പടം അതാണ് എന്നാണ് പുള്ളി പറയുന്നത്. അങ്ങനെ ആളുകൾക്ക് ഫേവറേറ്റ് ഫിലിംസ് ഡിഫറെൻറ്റ് ഫിലിംസാണ്, ഒരു ഫിലിമല്ല. അല്ല, ഇത് എടുത്ത ആൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എല്ലാം ഒരുപോലെ എനിക്ക് എല്ലാം ഇഷ്ടമാണ്. കാരണം ഞാൻ ഇഷ്ടപ്പെടാതെ ഒന്നും ചെയ്തിട്ടില്ല. അല്ല, സത്യത്തിൽ ചിലപ്പോഴും പറയാറുണ്ട്, കുറേ പറയാറുണ്ട്, ചാരുലത എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ സംസാരിക്കുമ്പോഴുണ്ട് ഞാൻ ചോദിച്ചു, മാണിക്ദ ഏറ്റവും ഇഷ്ടപ്പെട്ട പടം ഏതാണ്? ചാരുലത എന്ന് പറഞ്ഞു. ബട്ട് ഞാൻ പറഞ്ഞു, നോ മാണിക്ദ, ഐ ലൈക്ക് അപരാജിതോ. അപ്പോൾ പറയാണ്, അടൂർ നോ, ഐ ഹാഡ് ടു ഡു സം മോർ കട്ടിങ്, ബട്ട് ദെൻ ദി വെനീസ് പീപ്പിൾ വർ റഷിങ് മീ. ഞാൻ പറഞ്ഞു, മാണിക്ദ ഇറ്റ്സ് എ ഗ്രേറ്റ് ഫിലിം, ഡോണ്ട് ടച്ച് ഇറ്റ്, ഡോണ്ട് ടച്ച് ഇറ്റ് എന്ന് പറഞ്ഞു. അതിൽ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് വളരെ കൗതുകരമായിട്ട് തോന്നിയൊന്ന്, മൃണാൾസിൻ്റെയും കട്ടക്കിൻ്റെയും ഫേവറേറ്റ് ഫിലിം അതാണ്. അതിൽ അബുവിന് ഒരു കാമുകയുണ്ടായിരുന്നു ഒറിജിനൽ സ്ക്രീൻ പ്ലേയിൽ. അതൊന്നുമില്ല ഇവിടെ, ലീല എന്നാണ് പേര്. പക്ഷെ ആ ലീലയുടെ ഒരു കാസ്റ്റിംഗ് ശരിയാവാത്തതുകൊണ്ട് ആ ക്യാരക്ടറിനെ കംപ്ലീറ്റ് ഒഴിവാക്കിയതാണ്. അങ്ങനെയായിരുന്നു. അതൊരു വളരെ കൗതുകമുള്ളൊരു അറിവാണ് പഠിക്കുന്ന കാലത്ത്. പക്ഷെ അങ്ങനെ ഇല്ലാതിരിക്കുന്നത് നല്ലത്. ഈ പടത്തിൽ കാണുമ്പോൾ എത്രയോ മനോഹരമാണ് റിലേഷൻഷിപ്പ്. അത് ഈ അമ്മ മകൻ, അത് ഒരു ആത്മാംശമുള്ളതാണ്, ആത്മകഥാപരമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ അമ്മ 2ാമത്തെ വയസ്സിലാണ് അച്ഛൻ മരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഈ കഥാപുരുഷൻ എന്ന് പറയുന്ന സിനിമ ആത്മകഥാപരമാണെന്ന് പറഞ്ഞിട്ടുണ്ട് കുറച്ച്. അതെ അതെ. പക്ഷെ അതിൽ ചില എലമെന്റുകൾ അതിനകത്ത് ഉണ്ട്. അതിൽ ഒന്ന് പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഈ അച്ഛനുമായിട്ടുള്ള ബന്ധമാണ്. അച്ഛനെ മിസ് ചെയ്യുമോ, തിരിച്ചു വരുമോ, അങ്ങനെ ആ സംഭവം ഉണ്ടോ? അങ്ങനെ അല്ല, മിസ് ചെയ്യുന്ന അവർക്ക് ഞാനതങ്ങനെ ആക്കിയതാണ്. അവർ സെപ്പറേറ്റ് ചെയ്തിരുന്നു ഒരു പ്രായം. ഞങ്ങളൊക്കെ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ അവർ സെപ്പറേറ്റ് ചെയ്തിരുന്നു. നോട്ട് ഫോർമലി, പക്ഷേ വേർപിരിഞ്ഞിരുന്നു. അല്ല, അതാണ് അതിലത്തെ ഒരു ആത്മാംശമുള്ളതാണ്. പിന്നെ ആ വീട് ഷൂട്ട് ചെയ്ത വീട് ഞാൻ ജനിച്ച വീടാണ്. അതെ. പക്ഷെ അതിൽ ഈ അടൂർ ചെയ്തിട്ടുള്ള ചില സിനിമകളിൽ രാഷ്ട്രീയം കടന്നു വരുന്നുണ്ട് പ്രകടമായിട്ട്. അതെ, അതിൽ പ്രകടമായിട്ടുള്ള രാഷ്ട്രീയം കടന്നു വരുന്ന ഒന്നാണ് കഥാപുരുഷൻ. അതെ. കാരണം അതിൽ നരേന്ദ്രപ്രസാദിൻ്റെ ആ റോള് വാസു, അതെ അതെ, അദ്ദേഹം ആദ്യം ഉന്നത പഠനത്തിന് പോകാൻ വേണ്ടി ആഗ്രഹിക്കുക അവതരം ചെയ്തു. പിന്നെ ഗാന്ധിസത്തിൽ ആകർഷണമാകുന്നു, പിന്നീട് മാർക്സിസത്തിൽ ആകർഷണമാകുന്നു, പിന്നീട് അതും വിട്ട് ഭക്തിമാർഗത്തിലേക്ക് പോകുകയാണ് ചെയ്യുന്നത്. അതിനകത്തുള്ള ഒരു ഡയലോഗ്, അല്ല അതിലത്തെ ഒരു ക്യാരക്ടർ ബാബു നമ്പൂരി ചെയ്ത വേലിച്ചാരു എന്ന് പറയുന്ന കേട്ടത്. അപ്പോൾ വേലിച്ചാർക്ക് ഗാന്ധി എന്ന് പറഞ്ഞാൽ ഭയങ്കര ശത്രുതയാണ്. ആറന്മുള പൊന്നമ്മയുടെ കഥാപാത്രം പറയുന്നുണ്ട്, ഗാന്ധി എന്ന് കേട്ടാൽ ഇയാൾക്ക് പ്രാന്ത, വേലിച്ചാർക്ക് അത് മുഴുവനും ഗാന്ധി ഉണ്ടാക്കിയതല്ലേ എന്ന് പറയുന്നുണ്ട്. ഇതേ ഒരു രാഷ്ട്രീയ ഈ ദിശാപരിണാമം അവനിലുണ്ടാകുന്നുണ്ട്. അവൻ കമ്മ്യൂണിസ്റ്റ് ആകുന്നു, അതും പിന്നീട് തീവ്രവാദിയാകുന്നു. അപ്പോൾ അതിലൊരു കുറേ രാഷ്ട്രീയ ധാരകൾ അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ചേർത്ത് വെച്ച് പറയേണ്ട പടമാണ് മുഖാമുഖം. മുഖാമുഖത്തിലും വളരെ പ്രത്യക്ഷമാണ്. അത് പിന്നെ നമ്മുടെ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അപജയത്തെക്കുറിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ അപജയമൊന്നും പറയുന്നില്ല, അത് അപജയം എന്ന് പറയുന്നത്. പക്ഷേ അതിൽ 2 പീരീഡ് ഉണ്ട്, ബ്രേക്കപ്പ് ചെയ്യുന്നത്. അത് 2 പീരീഡ് ഉണ്ട്. ഒന്ന് ഈ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വരുന്നതിന് മുമ്പുള്ള കാലം,
അന്നേരമാണ് ഈ ഓട്ടോ കമ്പനിയിൽ സമരം ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞ് അവർ വന്നിട്ട് പിന്നീട് വന്നിട്ടുള്ള ശേഷം 65 അതെ ആ കാലത്ത്. അപ്പം 2 കാലം ഉണ്ടായിരുന്നു. അതെ, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്പ്ലിറ്റ് ആയതിനു ശേഷമുള്ള ഒരു 10 വർഷം. 10 വർഷം. അപ്പോൾ അത് കുറെ കൂടി രാഷ്ട്രീയ ഇതാണ്. അതിൽ കുറച്ചൊരു ദുർഘടതയുണ്ട് അവസാന ഭാഗത്ത്. അയാൾ എങ്ങനെ മരിച്ചു, ശ്രീധരൻ എങ്ങനെയാണ് മരിച്ചു എന്നുള്ള ആർക്കും വേണ്ട, അയാൾ ആർക്കും വേണ്ട, ആരും കൊന്നായിരിക്കും, ആരും ആകാം, കൊന്ന ആരും. അതെ അതെ, അത് അവർ പറഞ്ഞിട്ടില്ല. പക്ഷെ അയാളെ കൊണ്ടുപോകുമ്പോഴേ കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലാണ് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു മറ്റു ചിലർ അതിനെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ചിത്രമായിട്ട് വ്യാഖ്യാനിച്ചു. പക്ഷേ അത് കമ്മ്യൂണിസ്റ്റ് പടമായിരുന്നു. അത് ഒരു മിസ്ലീഡിംഗ് ആയിരുന്നു. അത് പലരും അതിനെ തെറ്റിദ്ധരിച്ച് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിലുള്ള ഒരു ആക്ഷേപങ്ങളുണ്ടായി. അപ്പോൾ അത് ഈ രാഷ്ട്രീയത്തോട് പൊതുവെ എന്താണ് അതിൽ റേയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ പൊളിറ്റിക്കൽ സിനിമ എന്താണെന്ന് എനിക്കറിയില്ല. റേ പൊളിറ്റിക്കലായിട്ടുള്ള സിനിമ ഞാൻ മുഖാമുഖത്തിനെ പറ്റി പോലും രാഷ്ട്രീയ സിനിമ എന്ന് ഞാൻ പറയത്തില്ല. അത് പല കാര്യങ്ങളെ പറ്റിയാണ്. ഈ ഓരോ അടരിലായിട്ട് വ്യത്യാസമുണ്ട് അതിനകത്ത്. അത് നമ്മുടെ യൂത്തിനെ പറ്റിയാണ് ഒരു രീതിയിൽ. യുവത്വത്തിൽ നമ്മളല്ല പിന്നീട് വാർദ്ധക്യത്തിൽ വരുന്നത്. അങ്ങനെ ഒരുപാട് ഈ ട്രാൻസ്ഫർമേഷൻസ് ഉണ്ട് ഈ സിനിമകളിലൂടെ. പുതിയ കുറേ നായക നടന്മാരെ അവതരിപ്പിച്ചിരുന്നു. കൊടിയേറ്റത്തിൽ ഗോപി വന്നു, എലിപ്പത്തായത്തിൽ കരമന ജനാർദ്ദൻ നായർ വന്നു, മുഖമുഖത്തിൽ ഗംഗാധരൻ നായർ വന്നു, അതേപോലെ വിധേയനിൽ ഗോപകുമാർ. അങ്ങനെ നിരവധി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ട് പുതിയ നടന്മാരെ സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് പറയാം. ഇവരൊക്കെ വലിയ നടന്മാരായി. ഗോപിയൊക്കെ വലിയ നടന്മാരായി. കരമനച്ചേട്ടൻ പ്രൊഫഷണൽ നമ്മുടെ കൊമേഴ്സ്യൽ സിനിമയുടെ ഭാഗമായിട്ട് മാറി. ഇതിന് ശേഷം ഈ വലിയ താരനിര ഒരു താരത്തിലേക്കാണ് പോകുന്നത്. അത് അനന്തരത്തിൽ ആണ് മമ്മൂട്ടി വരുന്നത്. പ്രധാന വേഷം മമ്മൂട്ടി അല്ല. അത് അശോകനാണ്. പക്ഷെ മമ്മൂട്ടിയുടെ പ്രസൻസ് ഉണ്ട്, ശോഭനയുണ്ട് അതിനകത്ത്. പിന്നെ മമ്മൂട്ടി പിന്നീട് പല പടങ്ങളിലും വന്നു. 2 പടങ്ങളിൽ വന്നു. മതിലുകളിൽ, വിധേയനിൽ, ഈ 3 പടങ്ങളിൽ വന്നു. അത് ഈ മമ്മൂട്ടിയുടെ എങ്ങനെയാണ് മമ്മൂട്ടിയെ വിലയിരുത്തുന്നത്? മമ്മൂട്ടി വളരെ നല്ലൊരു മനുഷ്യനും നല്ലൊരു ആക്ടറുമാണ്. ശരീരം ഇത്രയും കാര്യമായിട്ട് സൂക്ഷിക്കുന്ന ഒരു നടനുമില്ല നമുക്ക്. അദ്ദേഹത്തിന് ഉള്ള വയസ്സിൻ്റെ പകുതിയെ കണ്ടാൽ പറയുള്ളൂ. ആ മാതിരി ഒരു ക്യാരക്ടറാണ്. അല്ല, അദ്ദേഹത്തെക്കുറിച്ച് ഒരിക്കൽ ഒരു നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഒരിക്കലും പ്രസംഗിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. മമ്മൂട്ടിക്ക് നല്ല ഭാവിയുണ്ടെന്ന് പറഞ്ഞു. മമ്മൂട്ടി ഇരിക്കുന്നുണ്ട് അവിടെ. ജോക്കായിട്ട് പറഞ്ഞ അതെ. പക്ഷെ അദ്ദേഹം തൻ്റെ കഴിവ് അപ്പോഴേ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിരവധി ചിത്രങ്ങളെ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ മമ്മൂട്ടിയുടെ ഒരു ഇമേജ് കംപ്ലീറ്റ് തകർത്ത് വേറൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത പടമായിരുന്നു വിധേയൻ എന്ന് പറയുന്നത്. ആ രീതിയിൽ ഒരു നമ്മൾ മമ്മൂട്ടിയെ പ്രതീക്ഷിക്കുന്നില്ല. ആ മമ്മൂട്ടിയുടെ ഈ ചേഷ്ടകൾ, അതിലത്തെ ഡയലോഗ്, ഇപ്പം അതിൽ തന്നെ നിനക്കെന്താ തൂറാൻ മുട്ടുന്നുണ്ടോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. പിന്നെ ഒരു സ്ത്രീയെ പ്രാപിക്കുന്ന സമയത്ത് വെറു കൊണ്ടുവന്ന സ്ത്രീയെ നിനക്ക് വേണോടാ എന്ന് ചോദിക്കണം. ആ രീതിയിലുള്ള ഒരു തരം പ്രാകൃതമായിട്ടുള്ള ഒരു ഭാഷ, പരുക്കനായിട്ടുള്ള ഭാഷ. അത് ആ ഭാവവും മൊത്തം അങ്ങനെ തന്നെയാണ്. ഈ തൊമ്മിയുടെ ഭാര്യയെ പ്രാപിക്കുന്നു. ഏത് മണ്ണിനെയും പ്രാപിക്കാൻ എപ്പോഴും തയ്യാറായിട്ടുള്ള ഒരു കഥാപാത്രം, ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ്. അത് മമ്മൂട്ടിക്ക് അങ്ങനെയുള്ള റോൾ ചെയ്യുന്നതിൽ യാതൊരു വിമുഖത ഉണ്ടായിരുന്നില്ല. അത് മമ്മൂട്ടിയുടെ ഒരു പ്രത്യേകത അതാണ്. മമ്മൂട്ടിക്ക് ആ വെറൈറ്റി വളരെ ഇഷ്ടമാണ്. കാരണം അയാൾ ഒരേ സാധനം ചെയ്യുന്ന പടങ്ങളിൽ അതിൽ നിന്ന് മാറി വന്ന് ചെയ്യാൻ വേണ്ടി വലിയ എക്സൈറ്റ്മെൻ്റാണ്. പിന്നെ മതിലുകൾ ചെയ്യുമ്പോഴേ അവർക്ക് ഭയങ്കര ഉത്സാഹമായിരുന്നു. കാരണം ഇത് ബഷീർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹമായിട്ട് അഭിനയിക്കാൻ പറ്റുന്നല്ലോ എന്നുള്ള വലിയ ഉത്സാഹമായിരുന്നു. അത് ബഷീർ എന്ന് പറഞ്ഞില്ല, ഞാനും ആ കാലത്ത് മമ്മൂട്ടിയെ പോലെ സുന്ദരനായിരുന്നു. അത് മമ്മൂട്ടി അതിനകത്ത് മതിലുകളിൽ നടത്തവും പുള്ളിയുടെ ഭാവവും സംസാര രീതി അതും ഈ രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ശരിക്കും ഒരു ബഷീറിയൻ അല്ലേ, ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അത് നമുക്കത് മമ്മൂട്ടി അല്ലാതെ വേറൊരാളെ പറ്റി നമുക്ക് ആലോചിക്കാനേ പറ്റില്ല അങ്ങനത്തെ ഒരു സബ്ജക്റ്റ്. പക്ഷേ അത് എനിക്ക് ഏറ്റവും വിചിത്രമായിട്ട് തോന്നിയിട്ടുള്ള വിധേയനാണ്. വിധേയൻ നമ്മൾ ആദ്യത്തെ ഷോട്ട് വരെ അത് തൊട്ട് അങ്ങനെ തുടങ്ങുകയാണ് എൻ്റെ അവസാനം വരെ. ഒരു മനുഷ്യൻ്റെ പതനം. അത് ഒരു ഘട്ടത്തിൽ KG ജോർജ് അത് സിനിമ ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു. അത് ഞങ്ങളിവിടെ ഇന്ന് അതിനെക്കുറിച്ച് ഒരു
പടത്തിന് വേണ്ടി തല കുവിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ഞങ്ങളോട് സജസ്റ്റ് ചെയ്തത്. അതെ. അപ്പം ഞാനിത് വായിച്ചായിരുന്നു. അപ്പം ഞാൻ ജോർജായിട്ടുണ്ട് പറഞ്ഞിട്ട് ഞങ്ങൾ അപ്പം തന്നെ താഴെ ഇറങ്ങി ബുക്ക് സ്റ്റോളിൽ പോയിട്ട് ഇത് വാങ്ങിച്ചുകൊണ്ടെന്ന് ഞങ്ങളതിൻ്റെ തിരക്കഥ പ്രവർത്തിച്ചു. പക്ഷെ അന്നും ഞങ്ങൾ മമ്മൂട്ടിയെ ആലോചിച്ചില്ല. മമ്മൂട്ടിയെ അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല. ഞങ്ങളത് ഒരു വയനാട്ടിലുള്ള ഒരു പശ്ചാത്തലം, വയനാടിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു കുടിയേറ്റ കുടുംബം ഒരു പഴയ ഒരു വാനിൽ ഒരുപാട് സാധനങ്ങൾ കോഴിയൊക്കെ ഇങ്ങനെ രണ്ട് ഭാഗത്തൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു സന്ധ്യാ നേരത്ത് മങ്ങിയ വെളിച്ചത്തിൽ ഇതൊരു ചുരത്തിലൂടെ കയറി ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുന്നത്. ഇതാണ് അതിൻ്റെ ആദ്യത്തെ ഷോട്ട്. അന്നേരം ടൈറ്റിൽസ് കാണിക്കുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ടത്. അതൊരു കുറച്ച് ആയി കഴിഞ്ഞപ്പോഴാണ് ഇതിനകത്ത് വല്ലാതെ വയലൻസ് ആണെന്ന് തോന്നുന്നു ജോർജേട്ടൻ പറഞ്ഞത്. ഒരു നെഗറ്റീവായിട്ടുള്ള വയലൻസ്, മീനിങ്ലെസ് വയലൻസ് ആണ് ഇത്. അതുകൊണ്ട് ഇത് നമ്മൾ ചെയ്താൽ ശരിയാകത്തില്ല എന്ന് പറഞ്ഞിട്ടത്. പക്ഷെ അത് പിന്നീട് അത് മാറി. അതിന് വിധേയൻ എന്നുള്ള ഒരു മനോഹരമായ പേര് കണ്ടെത്തി. അതിൻ്റെ ഈ പശ്ചാത്തലം, കർണാടകയിലെ പശ്ചാത്തലം, അതിനെ പറ്റിയ ആക്ടേഴ്സിനെ കണ്ടെത്തി. അത് ഒരു വിചിത്രമായിട്ടുള്ള ഒരു ഇതായിരുന്നു. മമ്മൂട്ടിക്ക് അതിന് ദേശീയ പുരസ്കാരം കിട്ടി. പക്ഷെ ഒരു വലിയ ഒരു വഴിമാറി നടപ്പായിരുന്നു. നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന സിനിമകളിൽ നിന്ന് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സിനിമകളാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഇങ്ങനെ ഒരു വയലൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയിലെ പ്രമേയത്തിലേക്കൊക്കെ നമ്മൾ, കാരണം എനിക്കത് ആ കഥ വായിച്ചിട്ട് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഒരു വൈൽഡ് എനർജി ഉണ്ട് ആ കഥ. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതേസമയം ഇദ്ദേഹത്തിനെ ഒരു സീരിയൽ കില്ലറായിട്ടാണ് എഴുതി വെച്ചിരുന്നത്. അത് മാറ്റിയിട്ട് അയാൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ആക്ച്വലി ഒരു മർഡർ അയാൾ ചെയ്യുന്നുള്ളൂ, അത് ഭാര്യയാണ്. അത് അയാളുടെ കോൺഷ്യൻസ് ആണ്. ഞാൻ അങ്ങനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അതോടുകൂടി പതറിപ്പോവാണ്. ഞാനും നിന്നെ കൊന്നില്ലേ പറയുന്നുണ്ടല്ലോ. കൊന്നില്ല. അത് ദാറ്റ് മേക്സ് ഹിം തിങ്ക്. അതിന് വരെ അയാളൊരു അധികാരങ്ങളെല്ലാം കേന്ദ്രീകരിച്ചിരുന്ന എല്ലാ അവകാശങ്ങളുള്ള ഒരാളായിട്ട് നിന്നിരുന്ന ആള് പതറുകയാണ് ആദ്യമായിട്ട്. പിന്നെ അയാളുടെ പതനമാണ്. ഈ പതർച്ച വരുന്നതോടെ പതനമാണ്. പിന്നെ ഓടുകയും റെഫ്യൂജി നോക്കുകയും അനന്തരവൻ സൗകര്യത്തിൽ കഴിയുന്ന അനന്തരവൻ വീട്ടിനകത്തോട്ട് കയറ്റുന്നില്ല, കാർഷെഡ് കയറ്റിയിട്ട് വർത്താനം പറയുന്നത്. അങ്ങനെ ഹി ഹാസ് ബിക്കം ആൻ ഔട്ട്സൈഡർ ആൻഡ് ഔട്ട്കാസ്റ്റ്. ഇതാണ് അയാളുടെ. എന്നിട്ട് ഈ ഒന്നുമില്ലാത്ത തൊമ്മി അവസാനം വരുമ്പോൾ അയാൾക്ക് എല്ലാം ഉണ്ട്. അയാളൊന്നുമില്ലല്ലോ, അയാൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, ഗെയിൻ ചെയ്യാനൊന്നുമില്ല. പക്ഷേ ഇയാൾ വളരെ നിർദ്ദയം കൊല്ലപ്പെടുകയാണ്. അങ്ങനെ ഒരു വലിയൊരു മാനവ അതിനകത്തുണ്ട്, ഒരു രാഷ്ട്രീയ മാനവ കഥക്കുണ്ട്. ശരി, കാരണം ഈ അധികാരം ഇപ്പോൾ ഹിറ്റ്ലർ എന്നൊക്കെ പറഞ്ഞ ഒരു അവസാനം എന്തായിരുന്നു, അതേപോലുള്ള ഒരു പതനമാണ് അധികാരത്തിൻ്റെ പതനം. അധികാരം ദുഷ്ടമാവുന്നത് മറുവശത്ത് അത് സ്വീകരിക്കപ്പെടുമ്പോഴാണ്. ചോദ്യമില്ലാതെ, പ്രതിഷേധമില്ലാതെ അത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരവസ്ഥയാണ് അധികാരത്തിനെ കൂടുതൽ ദുഷിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇവന് ഒന്നുമില്ലാത്തവനാണ് ഇയാൾക്ക് ഏതോ നഷ്ടപ്പെടാറുണ്ടെന്ന് അവരുടെ പേടി, അയാൾക്കെല്ലാം അധികാരം ഉണ്ടെന്നുള്ളതിൻ്റെ ആടെ അസംഷൻ. ഇത് തമ്മിലാണ് ഇതിൻ്റെ കോൺഫ്ലിക്റ്റ്. അതങ്ങനെ വളരെ രസകരമായ ലെവലിലേക്ക് അതിങ്ങനെ ഉയർത്തിയിട്ടുണ്ട്. പക്ഷെ അത് പിന്നീട് ആ സമയത്ത് തന്നെ അതിൻ്റെ ഈ മൂലകൃതി എഴുതിയ സക്കറിയ അതിനെതിരായിട്ട് സംസാരിക്കുകയും. സക്കറിയ ഒരു കുസൃതിയായിരുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ അങ്ങനെയാണ്. പുള്ളിക്ക് ഒരു അറ്റൻഷൻ പ്രോപ്പറായിട്ട് വരാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു കുസൃതിയായിരുന്നു. അത്ര പടം കണ്ടിട്ട് വളരെ ഇഷ്ടമായിരുന്നു സക്കറിയ. ഞാൻ എഴുതിയ തൊമ്മി എന്നൊരു കഥാപാത്രം മാത്രമാണ്. ഗോപാലകൃഷ്ണൻ അയാളെ ക്രിസ്ത്യാനിയാക്കിയെന്ന് പറഞ്ഞു എന്നൊക്കെ. അല്ലെ ഈ ക്രിസ്ത്യൻ പ്രതീകങ്ങൾ അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. പള്ളിമണിയൊക്കെ ഉപയോഗിച്ചു. ആ ഓടുന്ന സീനിൽ പട്ടേലിന്റെ ചത്ത എന്ന് പറഞ്ഞിട്ട് ഓടുമ്പോൾ അത് പള്ളിമണികളാണ്, കോൺഗ്രിഗേഷനുള്ള. അതെ അതെ. തുടക്കത്തിലെ പള്ളിമണി അടിക്കുന്നത് ബെറിയലിൻ്റെയാണ്. അതെ അതെ. പള്ളിയിലെ ഡോങ് ഡോങ് അടിക്കുന്നത് അത് ബെറിയലിൻ്റെയാണ്. അതൊക്കെ ഉപയോഗിച്ചു. കാരണം അയാളൊരു ക്ലൗഡിൻ്റെ അകത്തേക്ക് പോവുകയാണ് ആ തുടങ്ങുമ്പോഴത്തേക്ക്. ഈസ് എൻ്ററിങ് അണ്ടർ എ ഡാർക്ക് ക്ലൗഡ്. അയാളുടെ ജീവിതം അതാണ്. അത് കഴിഞ്ഞ് അയാൾ അതിൽ നിന്ന് പുറത്തു വരുന്നത്, എമർ ചെയ്യുന്നതാണ്. പള്ളിമണികൾ ഉന്നതങ്ങളിലേക്കാണ് അയാൾ ഓടുന്നത്. അതൊരു വളരെ ഇതായിട്ടുള്ള സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു ശബ്ദത്തിൻ്റെ വിനിയോഗമാണ്. ഈ ശബ്ദത്തിൻ്റെ ഉപയോഗത്തിന് ആദ്യം മുതലേ വളരെ സൂക്ഷ്മതയുണ്ടായിരുന്നു. എനിക്കൊന്ന് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ആദ്യമല്ല ലൈറ്റ് എന്ന് പറഞ്ഞ പടത്തിൽ ദേവദാസ് ആയിരുന്നു സൗണ്ട് ചെയ്തിരുന്നത്. ആണല്ലേ? ആ, ദേവദാസിൻ്റെ പേരുണ്ട്. അപ്പോൾ അതിനുശേഷം ഈ ദേവദാസാണ് കുറേ പടങ്ങളിൽ വർക്ക് ചെയ്തത്. വളരെ സൂക്ഷ്മമായിട്ട് അതിൻ്റെ പല ശബ്ദങ്ങൾ പല സ്ഥലത്തും പോയിട്ട് ഈ സ്വയംവരത്തിന് വേണ്ടി ചെയ്യുന്നതായിട്ടൊക്കെ എടുത്തിരുന്നുണ്ട്.
അതേപോലെ തന്നെ ഇപ്പം മങ്കട രവിവർമ്മയുടെ ഒരു കോൺട്രിബ്യൂഷനാണ്. രവിവർമ്മയാണല്ലോ കുറേ പടങ്ങൾ ആദ്യമൊക്കെ ചെയ്തത്. അത് എനിക്കൊന്ന് സത്യത്രയും സുബ്രത മിത്രയും തമ്മിലുള്ള ഒരു ബന്ധം പോലുള്ള ഒന്നാണ്. അത് പിന്നീട് ഇടയ്ക്ക് വെച്ച് പിരിഞ്ഞെങ്കിലും പക്ഷെ അവർ തമ്മിൽ ഒരിക്കലും പിരിഞ്ഞിട്ടില്ല. മരണമാണ് വേർപെടുത്തിയത്. മരണത്തോട് മാത്രമാണ് പിരിയുന്നത്. അതെ, അവസാനം തീരെ വയ്യായിരുന്നു ചെയ്യുന്ന സമയത്ത് അതിന് തീരെ വയ്യായിരുന്നു. പക്ഷെ നിർബന്ധം പറഞ്ഞ് വിളിച്ചോണ്ട് വരുമായിരുന്നു. ഞാൻ സണ്ണി സഹായിയായിട്ട് നിൽക്കണം എന്ന് പറഞ്ഞു. സണ്ണിയെ വിളിച്ചോണ്ട് സണ്ണി പറഞ്ഞ അത്രയും സീനിയറായിട്ടുള്ള നമ്മുടെ കടമയാണ് ചെയ്യാന്ന് പറഞ്ഞു. സണ്ണി വളരെ മഹാപരസ്കനായിട്ട് വന്നു. അപ്പോൾ അവാർഡ് വന്നപ്പോൾ ഷെവിയേട്ടൻ പറഞ്ഞു സണ്ണി പോയി വായിക്കുമെന്ന് പറഞ്ഞു. അതൊക്കെയാണ് ഒരു അതെ. പിന്നെ അരവിന്ദന്റെ ഉത്തരായണത്തിന് മകളുടെ രവിവർമ്മയെ സജസ്റ്റ് ചെയ്തതും അതെ ഞാൻ ചെയ്തതാണ്. അതും പിന്നെയും ഈ അരവിന്ദന്റെ ആ പടം ഉത്തരായണം അത് ആദ്യം അടൂര് ചെയ്യട്ടെ എന്ന് ഉള്ളൊരു ആലോചന അവിടെ ഉണ്ടായിരുന്നു ഇല്ലേ? അവരെല്ലാം കൂടെ നിർബന്ധിച്ചു അരവിന്ദനോടെ പടം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അരവിന്ദൻ അവൻ ഗോപാലകൃഷ്ണനോട് കൊണ്ട് ജയിക്കാന്ന് പറഞ്ഞാൽ അല്ലല്ല നിങ്ങളെ കൊണ്ട് ജയിക്കാൻ വേണ്ടി ഞങ്ങൾ പറയുന്നത് അവർ ഇൻസിസ്റ്റ് ചെയ്തു. പട്ടത്തുളയൊക്കെ അവർ ഗ്രൂപ്പായിരുന്നു. അല്ല, ഈ രീതിയിലുള്ള കുറേ ബന്ധങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ അതുപോലെ എം പി ശ്രീനിവാസനായിട്ടുള്ള ഒരു ബന്ധം. എം പി ശ്രീനിവാസൻ നമ്മുടെ ഒരു സിനിമയിലെ ഒരു അസാധാരണ പ്രതിഭയായിരുന്നു. അസാധാരണ പ്രതിഭ. അദ്ദേഹം വലിയൊരു ട്രേഡ് യൂണിയൻ ഉണ്ടാക്കി, സാമൂഹ്യ പ്രതിബദ്ധത പുലർത്തി സിനിമയുടെ അത്രയും. ഇപ്പം അദ്ദേഹം ഏറ്റവും ഒടുവിൽ ഈ പശ്ചാത്തല സംഗീതം നിർവഹിച്ചത് കെ ജി ജോർജിൻ്റെ പടത്തിനാണ്, മറ്റൊരാളെന്ന് പറഞ്ഞ പടത്തിനാണ്. അപ്പോൾ ആ പടത്തിന് അന്ന് അതിന് നമ്മുടെ അന്താരാഷ്ട്ര ചലച്ചിത്രമേള നടക്കുമ്പോൾ അതിന് സെലക്ഷൻ കിട്ടാത്തതിൽ അദ്ദേഹത്തിന് വലിയ ഖേദമുണ്ടായിരുന്നു. അത് കഴിഞ്ഞൊരു 6 മാസം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം ലക്ഷദ്വീപിൽ മരിക്കുന്നത്. പക്ഷെ അദ്ദേഹം ഈ ശബ്ദത്തിന് വളരെ ഇത് കൊടുത്തായിരുന്നു. ഈ പടങ്ങളിലൊക്കെയുള്ള പശ്ചാത്തല സംഗീതം അദ്ദേഹമാണല്ലോ ചെയ്തത്. എലിപ്പത്തായത്തിലൊക്കെ എലിപ്പത്തായത്തിൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊരു ദിവസം മുഴുവൻ റെക്കോർഡിങ്ങൊക്കെ നടത്തി. പല ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടാണ് എപ്പോഴും ചെയ്തത്. അതെല്ലാം കഴിഞ്ഞ് പടമെല്ലാം വൈകുന്നേരം ആയപ്പോഴത്തേക്കെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വളരെ അസ്വസ്ഥനാണ്, എനിക്കത് തൃപ്തിയില്ല MBS എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിരിഞ്ഞത്. പക്ഷെ രാത്രി ഞാൻ ഉണർന്നപ്പോൾ ആ മ്യൂസിക് എൻ്റെ മനസ്സിൽ വന്നു. അതിൻ്റെ മ്യൂസിക് കാരണം ഇങ്ങനെ ഡ്രോപ്പിങ്ങാണ്. അത് താഴെ വീഴുന്ന ശബ്ദമില്ല, നിൽക്കുന്നുമില്ല, അതിങ്ങനെ വീണുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു ഐഡിയ ഞാൻ പിന്നെയും കിടന്നുറങ്ങിയാൽ മറന്നു പോകുന്ന വിചാരിച്ച് ഉറങ്ങാതിരുന്നു. നേരെ വെളുത്ത് വഴിക്കാതെ MBS വിളിച്ചു. MBS കിട്ടിയ തന്നെ വേണ്ട മ്യൂസിക് എനിക്ക് കിട്ടി, അവർക്ക് പോയി റെക്കോർഡ് ചെയ്യാമെന്ന് പറഞ്ഞു. പുള്ളി എപ്പോഴും വളരെ സ്പോർട്ടീവാണ്. അപ്പോൾ ഉടനെ തന്നെ ശരി നമുക്ക് ചെയ്യാം എന്നുള്ളത് പറഞ്ഞു ഇറങ്ങി വന്നു. അങ്ങനെ ഒരു നല്ല മനസ്സുള്ള മനുഷ്യനായിരുന്നു. അങ്ങനെയുള്ള വർക്ക് ചെയ്യുന്നതിൽ വളരെ സന്തോഷമായിരുന്നു എനിക്ക്. വളരെ നല്ല അടുത്തൊരു സുഹൃത്തുമായിരുന്നു. അത് അധികം എല്ലാവരുമായിട്ട് ഇപ്പം കെ ജി ജോർജുമായിട്ട് വലിയ ബന്ധമായിരുന്നു. MT വാസുദേവനായിട്ട് വലിയ ബന്ധമായിരുന്നു. കാരണം MT വിളിച്ചിട്ട് കോഴിക്കോട് അവരുടെ ക്വയറുണ്ട്, MBS ക്വയർ, അതിന് പരിപാടി അവിടെ അവതരിപ്പിച്ച MT ഉണ്ടായിരുന്നു. അന്ന് MT കുറിച്ചൊക്കെ ആദ്യം വളരെ ഇതായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു മലയാള സിനിമയിൽ ബ്രേക്ക് കൊടുത്ത അത് തന്നെ അതെ ആദ്യം പഠിച്ചത്. പിന്നെ ഒത്തിരി മലയാളം ഈ കെ ജി ജോർജ് എല്ലാ പടങ്ങളിലും അദ്ദേഹമാണ് സംഗീതം കൊടുത്തത്. എല്ലാ പടങ്ങളിലും പാട്ടുകളൊക്കെ ഉണ്ട്. ഈ സിനിമയിൽ ഈ പാട്ടുകൾ ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലല്ലോ, അതിനുള്ള അവസരം ഉണ്ടായിട്ടില്ല. അപ്പോൾ സത്യജിത്ര സിനിമയിൽ പാട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ജലസാഗറിൽ തൊട്ട് ചാരുലതയിലുണ്ട്. പിന്നെ ഗോപികായൻ ബാക്കെ ബായനിൽ അദ്ദേഹം തന്നെ പാട്ടുകൾ എഴുതി സംഗീതം മറന്ന് അദ്ദേഹം പാടിയിട്ടുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയുള്ളത്. പക്ഷെ അദ്ദേഹം ഒരു സിനിമയിൽ പാടിയിട്ടുമുണ്ട്. അപ്പോൾ അദ്ദേഹം ഗായകനുമായിരുന്നു, പിയാനോ ഇതൊക്കെ ചെയ്യുന്നു. അപ്പോൾ ആ രീതിയിൽ സിനിമയിൽ സംഗീതം ഉപയോഗിക്കുന്നതിനെ കുറിച്ചിട്ട് ഞാൻ എൻ്റെ പടം ആദ്യം പറയുക കാണുന്നത് കൊടിയേറ്റമാണ്. അതിന് സംഗീതമേ ഇല്ല, ഡൽഹി വെച്ചിട്ട്. അതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോറേ ഇല്ല. പക്ഷെ അത് പടം കണ്ടിരുന്നിട്ട് അങ്ങേരിരുന്ന് പൊട്ടിച്ചിരിയായിരുന്നു, ഭയങ്കര ചിരിയായിരുന്നു. അതെല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. മനസ്സിലായപ്പോൾ പറഞ്ഞ് നമുക്ക് സംസാരിക്കാം എന്നുകൊണ്ട് തിരിച്ച് ഞങ്ങൾ താമസിക്കുന്ന അന്ന് അശോക ഹോട്ടലില്ല, അതിൻ്റെ പിന്നെ റിസപ്ഷൻ്റെ ഇപ്പുറത്ത് ലൗഞ്ചിലിരുന്ന് ഞങ്ങൾ ഒത്തിരി നേരം സംസാരിച്ചു. മമ്മൂട്ടി പോലും പറഞ്ഞു, ജോർജാശാനെ ഞാൻ നിങ്ങളുടെ കമ്മിറ്റി വരെ എനിക്കിതോടെ തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ബൂസ്റ്റ് ചെയ്ത ഒരു പടം ഇറങ്ങി എമ്പുരാൻ എന്ന് പറഞ്ഞു. അതിനെപ്പറ്റി നല്ല അഭിപ്രായം ഒരാൾ പോലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ദേ സോൾഡ് ഇറ്റ് വെൽ. അതിന് വളരെ ക്ലവറായിട്ട് എടുത്തതാണ്. ആ ക്ലവർനെസ് പടം എടുത്തതിലും പുരസ്കാരങ്ങൾ അക്കൊല്ലത്തെ ഏറ്റവും മോശപ്പെട്ട പടത്തിനാണ് കിട്ടുന്നത്. ഇപ്പം അങ്ങനായി അൺഫോർച്ചുനേറ്റ്ലി. അത് അതിൻ്റെ ഒരു ഇങ്ങനെ പടത്തിന് അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞാൽ യു ക്യാൻ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്. ഏറ്റവും മോശപ്പെട്ട പടത്തിലായി മിക്കവാറും അടുത്ത അവിടെ ഒരു 2 പ്രാവശ്യം കൊണ്ട് എഴുതി കഴിയുമ്പോൾ ജവഹർലാൽ നെഹ്റു ഒന്നും കാണത്തില്ല ചരിത്രത്തിൽ.
ഇപ്പം തന്നെ ഏതാണ്ട് പകുതി എക്ലിപ്സ് ആയി. വളരെ ആഭാസമാണ് മൊത്തത്തിൽ. മലയാള സിനിമ എന്നൊക്കെ പറഞ്ഞാൽ പൊട്ട സിനിമകളുമുണ്ട്, നല്ല സിനിമകളുണ്ട്. ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞാൽ അതിനൊരു ബെസ്റ്റ് നാഷണൽ ബെസ്റ്റ് അവാർഡ് കൊടുക്കേണ്ട പടമാണ്. വേണമായിരുന്നു. അതിന് ഈ പടത്തിനെ കൊടുക്കും, പിന്നെ ഇതിനെങ്ങനെ കൊടുക്കുന്നു? അതെ അതെ, അറ്റ്ലീസ്റ്റ് റീജിയണൽ പ്രൈസെങ്കിലും കൊടുത്തു അവര്. ഇവിടെ കേരളത്തിലൊന്നും കൊടുത്തില്ല. സങ്കടങ്ങളും പേറിയാ ഞാൻ നടക്കുന്നത്. ഒരു സങ്കടമല്ല, പല സങ്കടങ്ങളും. എൻ്റെ സഹോദരങ്ങളെല്ലാം പോയി, എല്ലാവരും പോയി. അനിയൻ വരെ, അനിമര ഇളയ അനിയൻ വരെ.